നമുക്ക് ഇന്ന് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്നൊരു സെക്ഷൻ ഇല്ലേ? ദേശീയ പ്രസ്ഥാനങ്ങളിനകത്ത് നമുക്കറിയാം ഈ സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഇൻ കേരള എന്നൊരു സെക്ഷനാണ്. അത് ഈ പറഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും LDC പോലുള്ള 10th ലെവൽ എക്സാംസിന്റെ മെയിൻസിനാണെന്നുണ്ടെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് ആണ്. കുറെ ടോപ്പിക്സ് ഉള്ളതാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നൊരു നിയർലി 30-35ഓളം സമരങ്ങളും അതൊക്കെ ഉള്ള ഒരു സെക്ഷനാണ് ഈ പറഞ്ഞ എന്താണ് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഇൻ കേരള എന്നുള്ള സെക്ഷൻ. അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്നത് നമ്മൾ റിവിഷൻ എന്നുള്ള രീതിയിൽ മാത്രം പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബേസ്ഡ് മാത്രമായിരിക്കും ഓരോ റിവോൾട്ടും അല്ലെങ്കിൽ ഓരോ സെക്ഷൻസും പറയുന്നത്. അപ്പൊ അത് മാത്രമായിരിക്കും പറയുന്നത്. അതിൽ അഡീഷണൽ ആയിട്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് സെക്ഷൻ ഒന്നും പറയില്ല. പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുള്ള സംഭവം മാത്രമാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കി നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള നമുക്ക് 5 തെങ്ങ് കലാപം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് 5 തെങ്ങ് കലാപം തുടങ്ങിയിട്ട് നമുക്ക് നോക്കാം ഗുരുവായൂർ സത്യാഗ്രഹം വരെ എങ്ങാനും എടുക്കാൻ വെക്കുമ്പോൾ നോക്കാം ഒരു വീഡിയോയ്ക്കകത്ത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കി ഫസ്റ്റ് വൺ ആണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള 5 തെങ്ങ് കലാപം അല്ലെ. 5 തെങ്ങ് കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക. ഇതിനെക്കുറിച്ച് ഒരു കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ പറയാം. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കുളിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണത്? അത് ഈ പറഞ്ഞ 5 തെങ്ങ് കലാപമാണ്. എന്താണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണത്? 5 തെങ്ങ് കലാപമാണ്. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ തന്നെ എന്താണ് ചോദിക്കുകയാണ്, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? അത് 5 തെങ്ങല്ല. ഏതാണത്? അത് ആറ്റിങ്ങൽ റിവോൾട്ട് ആണ് കേട്ടോ. അത് ആറ്റിങ്ങൽ കലാപമാണ്, തെറ്റിക്കരുത്. ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് ആണ് ആറ്റിങ്ങൽ. ഫസ്റ്റ് ഓർഗനൈസ് അല്ലെങ്കിൽ ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് തന്നെയാണ്? ആറ്റിങ്ങൽ കലാപമാണ്. പക്ഷെ ആദ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? 5 തെങ്ങ് കലാപമാണ്. അതൊരു ക്വസ്റ്റൻ ആണ് എപ്പോഴും ചോദിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണ്? 5 തെങ്ങ് കലാപം നടന്ന വർഷം എപ്പോഴും ചോദിക്കാറുണ്ട്. ഏതാണ് 5 തെങ്ങ് കലാപം നടന്ന വർഷം? നമുക്കറിയാം എത്രയാണ്? 1697 എന്ത് 5 തെങ്ങ് കലാപം നടന്നത്. വർഷം മറന്നുപോയി. എത്രയാണ്? 1697 എന്ത് 5 തെങ്ങ് കലാപം നടക്കുന്നത്. ഓർത്തിരിക്കുക. ബ്രിട്ടീഷുകാർക്ക് ഈ കുരുമുളകിന്റെ കുത്തക കിട്ടുന്നതും അത് കാരണമായിട്ട് ഉണ്ടാകുന്ന കുറെ ഇഷ്യൂസും കാരണമാണ് എന്തുണ്ടാകുന്നത്? 5 തെങ്ങ് റിവോൾട്ട് ഉണ്ടാകുന്നത്. ഓർത്തിരിക്കുക. വർഷം എത്രയാണ്? 1697 ആണ് 5 തെങ്ങ് കലാപത്തിന്റെ വർഷം. ഇനി ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ പറഞ്ഞ 5 തെങ്ങില് ഒരു കോട്ടയും പണ്ടകശാലയും പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുവാദം കൊടുക്കുന്നത് ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആരാണ്? എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷുകാർക്ക് 5 തെങ്ങിൽ ഒരു കോട്ടയും പണ്ടകശാലയും പണിയാൻ വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുത്തത് ആരാണ് എന്നുള്ളത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ആരാണ്? അത് നമുക്കറിയാം. ഏതാണ്? നമ്മൾ ഈ പറയുന്ന ഉമയമ്മ റാണി എന്ന് പറഞ്ഞ പുള്ളിക്കാരാണ്. ഉമയമ്മ റാണി അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആറ്റിങ്ങൽ റാണി എന്ന് പറയുന്ന ആ ക്വീനാണ് എന്തോ ചെയ്യുന്നത്. ഇവർക്ക് പണ്ടകശാല പണിയാനുള്ള റൈറ്റും അതുപോലെ തന്നെ അവിടെ ഒരു എന്താണ് 5 തെങ്ങ് കോട്ട പണിയാനുള്ള റൈറ്റ് കൊടുക്കുന്നതാണ് ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയാണ്. തെറ്റിക്കുന്നത് എന്താണ്? ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതേ 5 തെങ്ങ് പണ്ടകശാലയുടെ പണി പൂർത്തിയാക്കിയ വർഷം എന്താണ്? 5 തെങ്ങിലെ ഈ പറഞ്ഞ പണ്ടകശാലയുടെ പണി പൂർത്തിയാക്കിയ വർഷം എത്രയാണ്? തെറ്റിക്കരുത്. 1690 ആണ്. എന്താണ്? 5 തെങ്ങില് പണ്ടകശാലയുടെ പണി പൂർത്തിയാക്കിയ വർഷം എത്രയാണ്? 1690 ആണ്. ഇതേ സംഭവം തന്നെ 5 തെങ്ങില് കോട്ട ഫിനിഷ് ചെയ്യുന്ന വർഷം എത്രയാണ്? അത് 1695 ആണ്. തെറ്റിക്കരുത്. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക. ഒന്നുകൂടെ ഓർത്തിരിക്കുക. എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് ഈ പറഞ്ഞിട്ടുള്ള 5 തെങ്ങ് കലാപം. 5 തെങ്ങ് എവിടെയാണ് നമുക്കറിയാം. 5 തെങ്ങ് പറയുമ്പോൾ എവിടെയാണ്? ട്രിവാൻഡ്രത്താണ് അല്ലെ. 5 തെങ്ങ് പറയുമ്പോൾ ട്രിവാൻഡ്രത്താണ് നോക്കിയത് കേട്ടോ. അപ്പൊ പറഞ്ഞു നമ്മള് ബ്രിട്ടീഷുകാർക്ക് ഈ പറഞ്ഞിട്ടുള്ള ഫാക്ടറി പണിയാനുള്ളതും അതുപോലെ തന്നെ കോട്ട പണിയാനുള്ള റൈറ്റ് കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയാണ്. ഈ പറഞ്ഞ പണ്ടകശാല പണിഞ്ഞ വർഷം 1690 ആണെന്ന് ഓർത്തിരിക്കുക. 1695 എന്തോ ചെയ്യുന്നത്? 5 തെങ്ങിലെ കോട്ടയുടെ പണി ഇവര് പൂർത്തിയാക്കുന്നത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് എന്താണ്? ആറ്റിങ്ങൽ റിവോൾട്ട്. ആറ്റിങ്ങൽ റിവോൾട്ടിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് എന്ന് വെച്ചാൽ എന്താണത്? അത് ആറ്റിങ്ങൽ കലാപമാണ്. നടന്ന വർഷം എപ്പോഴും ഞാൻ ഡേറ്റ് ഉൾപ്പെടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ് നമുക്കറിയാം? 15 ഏപ്രിൽ 15 ഏപ്രിൽ
എത്രയാണ് വർഷം? 1721 എന്ത് നടക്കുന്നത്? ഈ പറഞ്ഞ ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. എത്രയാണ് വർഷം? 15 ഏപ്രിൽ 1721 ആണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക. വേറെ ക്വസ്റ്റ്യൻ ആണ്, ഈ പറഞ്ഞ ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് ട്രാവൻകൂറിലെ രാജാവ് ആരായിരുന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ആരാണ്? ആദിത്യവർമ്മയാണ്. എന്താണ്? ആദിത്യവർമ്മയാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണത്? അത് ഈ പറഞ്ഞിട്ടുള്ള ആദിത്യവർമ്മയാണ് എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? മറന്നുപോയത്. ഇതിന് വേറെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ എഴുതി സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് ചോദിച്ചാൽ മതി. ഇഷ്ടം പോലെ ഉണ്ട് ചോദിക്കാം. അപ്പൊ നോക്കി അടുത്തൊരു സംഭവം എന്ന് പറയുമ്പോൾ എന്തിനാണ് ആറ്റിങ്ങൽ കലാപം നടന്നതെന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓർത്തിരിക്കുക എന്താണ് അവിടെ എന്ന് പറയുമ്പോൾ ഈസ്റ്റർ ഡിന്നർ കൊടുക്കുന്നുണ്ടായിരുന്നു റാണിക്ക്. ആറ്റിങ്ങൽ റാണിക്ക് ഈസ്റ്റർ ഡിന്നർ കൊടുക്കുന്ന സമയത്ത് ഒരു ബ്രിട്ടീഷ് വനിത ഇവിടെ ഈ ഡിന്നറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്ന ഒരു മുസ്ലിം വ്യാപാരിയെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പേരിൽ ഇവര് പരാതി കൊടുക്കും. ആർക്ക്? ജിഫോർഡിന്. അപ്പൊ ഈ ജിഫോർഡിന്റെ പേര് ഓർത്തിരിക്കുക. ജിഫോർഡ് എന്ന് ഒരാളുണ്ട് കേട്ടോ. 2-3 പേരുടെ പേര് ഓർത്തിരിക്കുക. ജിഫോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചീഫ് ഫാക്ടർ എന്ന് പറയും. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ചീഫ് ഫാക്ടർ എന്ന് പറയും. അല്ലെങ്കിൽ ഓർത്തിരിക്കുക, ജിഫോർഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആറ്റിങ്ങൽ അഞ്ചുതെങ്ങ് കോട്ടയുടെ എന്തായിരുന്നു ഹെഡ് ആയിരുന്നു ഈ പറഞ്ഞിട്ടുള്ള ജിഫോർഡ്. അപ്പൊ ഈ ജിഫോർഡിനാണ് ആറ്റിങ്ങൽ റാണി പരാതി കൊടുക്കുന്നത്. പക്ഷെ എന്തോ ചെയ്യുന്നത്? ജിഫോർഡ് ഈ പറഞ്ഞ മുസ്ലിം വ്യാപാരിയെ ശിക്ഷിക്കുകയും ഈ പറഞ്ഞ ബ്രിട്ടീഷ് സ്ത്രീയെ വെറുതെ വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ ഒരു വെഞ്ചൻസ് അവരുടെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ജിഫോർഡിന്റെ പേര് ഓർത്തിരിക്കുക. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഈ ജിഫോർഡ് എന്താണ് ചോദിച്ചിട്ടുണ്ട് ഓർത്തിരിക്കുക. ചീഫ് ഫാക്ടർ അല്ലെങ്കിൽ അഞ്ചുതെങ്ങ് കോട്ടയുടെ മേധാവി ആയിരുന്ന ജിഫോർഡ് എന്നുള്ള. അപ്പൊ ഇത് ഒരു റീസൺ ആണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനം കൊടുത്തുകൊണ്ടിരുന്നത് 8 വീട്ടിൽ പിള്ളമാരാണ്. അപ്പൊ ഇവര് ഈ വർഷം എന്ത് പറയും? ഈ ജിഫോർഡ് പറയും എന്ത് ചെയ്യാം, ഞങ്ങൾ കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഈ ജിഫോർഡും കൂടെ കൂട്ടി 140 ബ്രിട്ടീഷുകാരാണ് ഈ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനം കൊണ്ട് പോകുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നറിയോ? ഈ പറഞ്ഞ 140 ഇംഗ്ലീഷേഴ്സിനെ എന്തോ ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ആറ്റിങ്ങൽ കലാപത്തിലെ കലാപകാരികൾ വധിക്കുന്നുണ്ട്. ഇതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. എത്ര പേരെ വധിച്ചു എന്നുള്ള ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 140 പേരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറഞ്ഞ ആറ്റിങ്ങൽ കലാപത്തിൽ വധിച്ചിരിക്കുന്നത് ഓർത്തിരിക്കുക. ഇനിയും ഈ കലാപം എത്ര നാള് നീണ്ടു നിന്നൊരു ക്വസ്റ്റ്യൻ. അത് ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള 6 months ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ പറഞ്ഞ ആറ്റിങ്ങൽ കലാപം നീണ്ടു നിൽക്കുന്നത്. ഈ ജിഫോർഡിന്റെ കൂട്ട് തന്നെ ഗണ്ണർ ഇൻസ് ആരാണ്? ഗണ്ണർ ഇൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്. പുള്ളിയാണ് എന്തോ ചെയ്യുന്നത്? ഈ കലാപം മാക്സിമം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് ആരാണ്? ഗണ്ണർ ഇൻസ് ആണ്. ഇത് ജിഫോർഡ് എന്ന് പറഞ്ഞാൽ ചീഫ് ഫാക്ടർ ആണ് ഓർത്തിരിക്കുക. ഗണ്ണർ ഇൻസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്. ഈ പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ഗണ്ണർ ഇൻസ് ആണ് എന്തോ ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള ആറ്റിങ്ങൽ കലാപം ഒരു പരിധിക്ക് വരെ പിടിച്ചു നിർത്താൻ കാരണം ഗണ്ണർ ഇൻസ് ആണ്. ഇനി ഇവരെന്തോ ചെയ്യുന്നുണ്ട്? ഈ 6 months നീണ്ട് നമ്മൾ പറഞ്ഞു തലശ്ശേരിയിൽ നിന്ന് ഈ ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തെ ഇറക്കിയിട്ടാണ് ഇവർ ഈ പറഞ്ഞിട്ടുള്ള കലാപം അടിച്ചമർത്തുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് വേറെ ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം സൈൻ ചെയ്ത ഉടമ്പടി ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം സൈൻ ചെയ്ത ഉടമ്പടി ഏതാണ്? വേണാട് ട്രീറ്റിയാണ്. എന്താണ്? വേണാട് ട്രീറ്റിയാണ് ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം സൈൻ ചെയ്ത ഉടമ്പടി. വർഷം എത്രയാണ്? ഓർത്തിരിക്കുക. 1723 ആണ്. വേണാട് ട്രീറ്റിയുടെ വർഷം എത്രയാണ്? 1723 ആണ്. ഓർത്തിരിക്കുക. എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരും ഒരു ഇന്ത്യൻ രാജാവും തമ്മിൽ സൈൻ ചെയ്യുന്ന ഫസ്റ്റ് ട്രീറ്റി ആണ് ഈ പറഞ്ഞിട്ടുള്ള വേണാട് ട്രീറ്റി. ആരൊക്കെ തമ്മിൽ സൈൻ ചെയ്യുന്നത് പറയാമോ? ഓർത്തിരിക്കുക. നമുക്ക് അറിയാവുന്നതാണ് അലക്സാണ്ടർ ഓം എന്നുള്ള വ്യക്തിയാണ് എന്തോ ചെയ്യുന്നത്? നമ്മൾ ഈ പറഞ്ഞ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് സൈൻ ചെയ്ത അലക്സാണ്ടർ ഓം ആണ്. ഇവിടെ കേരളത്തിൽ അല്ലെ ട്രാവൻകൂറിനെ റെപ്രസെന്റ് ചെയ്ത് സൈൻ ചെയ്ത ആരാണെന്ന് നമുക്കറിയാം? മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ വേണാട് ട്രീറ്റി എന്ന് പറഞ്ഞാൽ 1723 ആണ്. അലക്സാണ്ടർ ഓമും മാർത്താണ്ഡവർമ്മ തമ്മിലാണ് സൈൻ ചെയ്യുന്നത്. ഇതിനകത്ത് എന്താണ്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്തത് ആരാണ്? നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ എന്ത് തന്നെയാണ്? ആറ്റിങ്ങൽ കലാപത്തിനെ കുറിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഇത്രയും ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കുറേയേറെ ഡീറ്റെയിൽസ് കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ബെറ്റർ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ആറ്റിങ്ങൽ റിവോൾട്ടിനെ കുറിച്ചിട്ട് ഓർത്തിരിക്കുക. നമ്മൾ ഈ പറഞ്ഞ ഓർഡർ തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള അഞ്ചുതെങ്ങ് റിവോൾട്ട് 1697 ആണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ആറ്റിങ്ങൽ കലാപം. ഓർത്തിരിക്കുക. അതിന്റെ വർഷം എത്രയാണ്? 1721 ആണ്. വേണാട് ട്രീറ്റിയുടെ വർഷം എത്രയാണ്? 1723 ആണ്. ഞാൻ ഈ പറഞ്ഞ ബാക്ക് കുളത്തിൽ പറയുന്നില്ല,
കാരണം നമ്മൾ ബാറ്റിൽ ഓഫ് കുളച്ചൊക്കെ അപ്പുറത്തെ യൂറോപ്പിന്റെ ആഗമനത്തിൽ അത് പഠിച്ചതാണ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത സംഭവമാണ് ഈ പറഞ്ഞിട്ടുള്ള പഴശ്ശി യുദ്ധം. എന്താണ് പഴശ്ശി യുദ്ധം എന്നുള്ള സംഭവമാണ് അടുത്തത്. ഇതിനകത്ത് പറയുമ്പോൾ കുറേയേറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള സെക്ഷനാണ് പഴശ്ശി യുദ്ധം. കാര്യം അത്രയും വാസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ പഴശ്ശി യുദ്ധം എന്ന് പറയുമ്പോഴത്തേന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് പറയുമ്പോൾ ഒന്നാം പഴശ്ശി യുദ്ധമുണ്ട്, രണ്ടാം പഴശ്ശി യുദ്ധമുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും വർഷം ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്തിരിക്കുക. ഞാൻ പറയാം, ഇപ്പൊ നമുക്കറിയാം 1792 പ്രത്യേകത എന്താണ്? 1792 എന്താ സംഭവിച്ചത്? ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം ആണ് അല്ലെ. ഈ ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം തൊട്ടടുത്ത വർഷമാണ് ഒന്നാം പഴശ്ശി യുദ്ധം. എത്രയാണ്? അപ്പം 1793 തൊട്ട് 4 വർഷമാണ് എന്ത് നമ്മുടെ ഒന്നാം പഴശ്ശി യുദ്ധം. അപ്പൊ 1793 തൊട്ട് 1797 വരെയാണ് എന്ത് ഒന്നാം പഴശ്ശി യുദ്ധം. ക്ലിയർ അല്ലേ? അപ്പം ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒന്നാം പഴശ്ശി യുദ്ധത്തിന്റെ വർഷം എത്രയാണ്? 1793 to 1797 ആണ്. 1792 എന്ത് ശ്രീരംഗപട്ടണ ഉടമ്പടി. ഇത് കാരണം എന്താ പറ്റുന്നത്? ബ്രിട്ടീഷുകാർക്ക് മലബാർ കിട്ടുന്നത്. ഇത് കാരണമാണ് കാര്യം ഈ പറഞ്ഞ ടിപ്പുവിന്റെ കയ്യിൽ നിന്ന് മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നത് ഈ പറഞ്ഞിട്ടുള്ള ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം വഴിയാണ്. ഇനിയും രണ്ടാം പഴശ്ശി യുദ്ധം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പഴശ്ശി യുദ്ധത്തിന്റെ വർഷമാണ്. ഇനിയും രണ്ടാം പഴശ്ശി യുദ്ധമുണ്ട്. അതിന്റെ വർഷം എത്രയാണ്? ഓർത്തിരിക്കുക, 1800 തൊട്ട് 1805 വരെയാണ് എന്ത് രണ്ടാം പഴശ്ശി യുദ്ധത്തിന്റെ ഡ്യൂറേഷൻ. തെറ്റിക്കരുത്. നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള 1805 30 നവംബറിലാണ് എന്തോ ചെയ്യുന്നത്? പഴശ്ശി രാജ മരിച്ചു. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് പഴശ്ശി രാജയെ വധിച്ച ദിവസം എന്താണ്? എത്രയാണ്? 30 നവംബർ 1805 എന്തോ ചെയ്യുന്നത്? പഴശ്ശി രാജ വധിക്കപ്പെടുന്നത്. പഴശ്ശി രാജയെ ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പഴശ്ശി രാജയെ വധിച്ചത് ആരാണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആരാണ്? നമുക്കറിയാം തോമസ് ഹാർവേ ബേബർ ആണ് അല്ലെ. തോമസ് ഹാർവേ ബേബർ ആണ് എന്തോ ചെയ്തിരിക്കുന്നത്? പഴശ്ശി രാജയെ കൊന്നത്. ഓർത്തിരിക്കുക, ഈ തോമസ് ഹാർവേ ബേബർ ആരാണ്? ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ്. എന്താണ് നോക്കുക, തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്നു ആര്? ഈ പറഞ്ഞിട്ടുള്ള തോമസ് ഹാർവേ ബേബർ. തെറ്റിക്കരുത്. എന്താണ് തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്നു ആര്? തോമസ് ഹാർവേ ബേബർ. അങ്ങനെ 30 നവംബർ 1805 എന്തോ ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള തോമസ് ഹാർവേ ബേബർ നമ്മുടെ പഴശ്ശി രാജായെ വധിക്കുന്നത്. ഇനിയും ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഓർത്തിരിക്കുക, ഇത് മാവിലത്തോട് കങ്ങരപ്പുഴ അവിടെ വെച്ചിട്ടാണ് ഈ പുള്ളിയെ വെടിവെച്ചിടുന്നത്. മാവിലത്തോട് കങ്ങരപ്പുഴയിൽ വെച്ചിട്ടാണ് തോമസ് ഹാർവേ ബേബർ ഈ പറഞ്ഞിട്ടുള്ള പഴശ്ശി രാജയെ വെടിവെച്ചിടുന്നത്. അത് കഴിഞ്ഞിട്ട് മാനന്തവാടിയിലോട്ട് പഴശ്ശി രാജയുടെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതും ആര് തന്നെയാണ്? ഈ പറഞ്ഞ തോമസ് ഹാർവേ ബേബർ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, പഴശ്ശിയുടെ സ്മാരകം, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പഴശ്ശിയുടെ സ്മാരകം പഴശ്ശിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടിയാണ് കേട്ടോ. എവിടെയാണ്? മാനന്തവാടിയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള പഴശ്ശിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടിയിലാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്കറിയാം വേറൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഇതിന്റെ റീസൺസ് ഒക്കെ അറിയണം കേട്ടോ. നമുക്കറിയാം ഇത് ഞാൻ പറഞ്ഞു മെയിൻസ് എക്സാം ഒക്കെ വരുമ്പോൾ മിക്കവാറും ഈ റീസൺ വെച്ചിട്ടായി ചോദിക്കാൻ സാധ്യത. അപ്പം നമുക്ക് പ്രിലിംസിന്റെ കേസ് ആണെങ്കിൽ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ ഡേറ്റ്സ് ഒക്കെ കറക്റ്റ് അറിഞ്ഞിരിക്കുക. നമുക്കറിയാം ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന നിങ്ങളിപ്പം 17-ാം തീയതി നടന്നൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ അറിയാം അല്ലെ. അത് കുറെ വർഷങ്ങൾ വെച്ചിട്ട് തന്നെ മാർക്സ് ഓഫ് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊന്ന് കറക്റ്റ് വർഷങ്ങൾ പഠിക്കുക കേട്ടോ. പിന്നെ എന്താണ് നോക്കി ഈ പറഞ്ഞിട്ടുള്ള പഴശ്ശി എന്ന് പറയുമ്പോഴത്തേക്കും കോട്ടയം രാജവംശത്തിന്റെ ഭാഗമാണ്. എന്താണ് പഴശ്ശി എന്ന് പറഞ്ഞാൽ? എന്താണ് കോട്ടയം രാജവംശത്തിന്റെ ഭാഗമാണ്. കോട്ടയം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ കോട്ടയം അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആ മലബാർ കണ്ണൂരിന്റെ സെക്ഷനിൽ വരുന്ന ഒരു സെക്ഷനാണ് കേട്ടോ കോട്ടയം എന്ന് പറയുമ്പോഴത്തേക്കിനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പഴശ്ശിയെ കൊട്ടിയോട്ട് രാജ എന്ന് വിളിക്കാറുണ്ട്. എന്താണ് കൊട്ടിയോട്ട് രാജ, അതുപോലെ പുരളി ചെമ്മൻ, അതുപോലെ പൈച്ചി രാജ എന്നൊക്കെ ബ്രിട്ടീഷുകാരെ വിളിച്ചുകൊണ്ടിരുന്നത് ആരെയാണ്? പഴശ്ശിയാണ്. എന്തൊക്കെയാണ് നോക്കിക്കുക, എന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള കൊട്ടിയോട്ട് രാജ എന്ന് വിളിച്ചിട്ടുണ്ട്, അതുപോലെ പുരളി ചെമ്മൻ എന്ന് വിളിച്ചിട്ടുണ്ട്, അതുപോലെ പൈച്ചി രാജ എന്നൊക്കെ ബ്രിട്ടീഷുകാരെ വിളിക്കുന്നത് ആരെയായിരുന്നു? ഈ പറഞ്ഞിട്ടുള്ള പഴശ്ശിയെ ആയിരുന്നു ഓർത്തിരിക്കുക. ഇനി ചോദിക്കുന്നത് വേറെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഇവർ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ഗറില്ല വാർ ആണ് ആര് നടത്തിക്കൊണ്ടിരുന്നത്? പഴശ്ശി. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് പഴശ്ശിയുടെ എന്താണ് യുദ്ധത്തിന്റെ രീതി എന്തായിരുന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഗറില്ല വാർസ് ആണ് പഴശ്ശി നടത്തിയിട്ടുള്ളത്. ഈ പറഞ്ഞ പുരളി മല അല്ലേ, പുരളി മല എന്ന് പറയുമ്പോൾ ഈ പുരളി മലയിലാണ് പുള്ളി ഏറ്റവും കൂടുതൽ ഒളിച്ചു നിന്ന്
ഈ പറഞ്ഞ ഇത് നടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പുരളി ചെമ്പൻ എന്ന് വിളിക്കുന്നത്. അവിടെ തെറ്റിക്കരുത്. ഇനി നെക്സ്റ്റ് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഇതിന്റെ റീസൺ ചോദിച്ചിട്ടുണ്ട്. നോത്തിരിക്കുക. ഒന്നാം പഴശ്ശിയുദ്ധത്തിന്റെ റീസൺ എന്ന് പറയുമ്പോഴത്തേക്കിന് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശിയുദ്ധത്തിന്റെ റീസൺ. രണ്ടാം പഴശ്ശിയുദ്ധത്തിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഈ പറഞ്ഞിട്ടുള്ള കോട്ടയം രാജവംശത്തിന്റെ സ്വന്തം സ്വത്തായിരുന്നു ഈ വയനാട് എന്നുള്ള പോർഷൻ. ഈ വയനാട് ബ്രിട്ടീഷുകാരെ പിടിക്കാൻ നോക്കുന്നതാണ് എന്ത്, രണ്ടാം പഴശ്ശിയുദ്ധത്തിന്റെ റീസൺ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ നമ്മുടെ പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി സമൂഹം ഏതാണെന്ന് ഒരു ക്വസ്റ്റ്യൻ. ഏതാണ് നമുക്കറിയാം? ഏതാണ്? കുറിച്യർ ആണ് അല്ലെ? കുറിച്യർ ആണ് എന്ത്? കുറിച്യർ എന്നുള്ള ആദിവാസി സമൂഹമാണ് ഈ പറഞ്ഞ പഴശ്ശിരാജായെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ സഹായിച്ചത്. ഈ പറഞ്ഞ കുറിച്യരുടെ ലീഡർ ആയിരുന്നു, നമുക്കറിയാം ആരാണ്? തലക്കൽ ചന്തു അല്ലെ? തലക്കൽ ചന്തു ആയിരുന്നു ഈ പറഞ്ഞിട്ടുള്ള കുറിച്യരുടെ ലീഡർ എന്ന് ഓർത്തിരിക്കുക. തലക്കൽ ചന്തുവിന്റെ സ്മാരകം എവിടെയാണ്? പനമരമാണ്. എവിടെയാണ്? പനമരത്താണ് എന്ത്, ഈ പറഞ്ഞിട്ടുള്ള തലക്കൽ ചന്തുവിന്റെ സ്മാരകം. ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള കുറിച്യരുടെ, പഴശ്ശിരാജായെ സഹായിച്ച കുറിച്യരുടെ ഹെഡ് അല്ലെങ്കിൽ തലനായിരുന്നു ഓർത്തിരിക്കുക. തലക്കൽ ചന്തുവാണ്. തലക്കൽ ചന്തുവിന്റെ സ്മാരകം എവിടെയാണെന്ന് ഓർത്തിരിക്കുക. പനമരത്താണ്. ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? നമ്മുടെ പഴശ്ശിയുടെ സൈന്യാധിപൻ ആരായിരുന്നൊരു ക്വസ്റ്റ്യൻ. എന്താണ്? പഴശ്ശിയുടെ സൈന്യാധിപൻ ആരായിരുന്നൊരു ക്വസ്റ്റ്യൻ. ആരാണെന്ന് അറിയാം? കൈത്തേരി അമ്പു ആണ്. എന്താണ്? കൈത്തേരി അമ്പു നായർ. എന്താണ്? കൈത്തേരി അമ്പു ആണ് എന്ത്, ഈ പറഞ്ഞിട്ടുള്ള പഴശ്ശിരാജായുടെ സൈന്യത്തലവൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്, പഴശ്ശിരാജായുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ക്വസ്റ്റ്യൻ ഉണ്ട്. കണവത്ത് ശങ്കരൻ അല്ലെ? കണവത്ത് ശങ്കരൻ ആയിരുന്നു ആര്? നമ്മുടെ പഴശ്ശിയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും പേരുടെ പേര് റിപ്പീറ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓർത്തിരിക്കുക. കൈത്തേരി അമ്പു എന്ന് പറഞ്ഞാൽ ആരാണ്? പഴശ്ശിയുടെ തന്നെ സൈന്യത്തിന് തലവനായിരുന്നു ആര്? ഈ പറഞ്ഞിട്ടുള്ള കൈത്തേരി അമ്പു. പഴശ്ശിയുടെ പ്രൈം മിനിസ്റ്റർ ആണ് ആര്? കണവത്ത് ശങ്കരൻ എന്ന് ഓർത്തിരിക്കുക. ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എന്താണ്, പഴശ്ശിക്കെതിരെ പോരാടിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ തോമസ് ഹാർഡി വേപ്പർ എന്ന് പറഞ്ഞാൽ പഴശ്ശിയെ കൊല്ലുന്ന പുള്ളിയാണ്. പുള്ളി സബ് കളക്ടർ ആയിരുന്നു. ഈ പറഞ്ഞ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഹെഡ് ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ ആരാണെന്നൊക്കെ അറിയാം? ആർത്തർ വെല്ലസ്ലി ആണ് കേട്ടോ. ആർത്തർ വെല്ലസ്ലി ആണ് എന്ത്, ഈ പറഞ്ഞിട്ടുള്ള പഴശ്ശിക്കെതിരെ സൈന്യത്തിന്റെ ഹെഡ് ആരായിരുന്നു? ആർത്തർ വെല്ലസ്ലി ആണ്. ആർത്തർ വെല്ലസ്ലി കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ കോൽക്കർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എന്താണ് കോൽക്കർ? കോൽക്കർ എന്ന് പറഞ്ഞാൽ 1200 പട്ടാളക്കാർ ഉൾപ്പെട്ട ഒരു ടീമായിരുന്നു കോൽക്കർ എന്ന് പറയുന്നത്. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കോൽക്കർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, പട്ടാളക്കാർ എണ്ണം ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കോൽക്കറിന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ഫൗണ്ടർ ആണെന്ന് വെച്ചാൽ ഫൗണ്ടർ ആരാണ്? ഓർത്തിരിക്കുക, ആർത്തർ വെല്ലസ്ലി ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനിയും ആർത്തർ വെല്ലസ്ലിയെ കുറിച്ച് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഈ പറഞ്ഞ പഴശ്ശിക്കെതിരെ പോരാടി ബ്രിട്ടീഷ് സൈന്യത്തിന്റെ തലവനാണെന്ന് വെച്ചാൽ ആരാണത്? അത് ആർത്തർ വെല്ലസ്ലി ആണ്. ഇനി പറഞ്ഞ തോമസ് ഹാർവേ വേബർ അല്ലേ? നമുക്കറിയാം തോമസ് ഹാർവേ വേബർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള പഴശ്ശിയെ വധിച്ചത്. ഈ ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ആണ്. മലബാർ മാനുവൽ എന്നൊരു ബുക്ക് ഉണ്ട് അല്ലേ? പറഞ്ഞ മലബാർ മാനുവൽ എന്നുള്ള ബുക്ക് ആരുടെയാണ് ചോദിച്ചത്? ആരുടെയാണ് മലബാർ മാനുവൽ? ആരുടെയാണ്? വില്യം ലോഗന്റെ ആണ് എന്ത് മലബാർ മാനുവൽ. വില്യം ലോഗന്റെ ആണ് എന്ത് മലബാർ മാനുവൽ എന്നുള്ള ബുക്ക്. ഈ പറഞ്ഞ പഴശ്ശിയെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടുന്ന ബുക്സ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അത് ചോദിച്ചിട്ടുള്ള ബുക്കാണ് ഈ പറഞ്ഞ മലബാർ മാനുവൽ അല്ലെങ്കിൽ വില്യം ലോഗന്റെ അല്ലേ? ഞങ്ങൾക്കറിയാം ഈ കേരളവർമ്മ പഴശ്ശിരാജ 2 സിനിമയുണ്ട്, അത് ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്തിരിക്കുക. ഈ പറഞ്ഞ കേരളവർമ്മ പഴശ്ശിരാജ എന്നുള്ള മലയാളം സിനിമയുടെ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ആരാണിത്? നമുക്കറിയാം ഹരിഹരനാണ് കേട്ടോ. അതാണ് ഹരിഹരൻ ആണെന്ത് ഈ പറഞ്ഞിട്ടുള്ള കേരളവർമ്മ പഴശ്ശിരാജ എന്നുള്ള ഫിലിമിന്റെ ഡയറക്ടർ. ഓർത്തിരിക്കുക. പഴശ്ശിരാജ എന്ന ഒരു ഫിലിം ഉണ്ട്, ഞാൻ പറഞ്ഞത് പഴയതാണ്. പഴശ്ശിരാജ എന്നൊരു സിനിമ വേറെ ഉള്ളതാണ്. അതിന്റെ ഡയറക്ടറാണ് കുഞ്ചാക്കോ ആണ്. തെറ്റിക്കരുതെല്ലാം 2 ഓർത്തിരിക്കുക. ഈ പറഞ്ഞ കേരളവർമ്മ പഴശ്ശിരാജ എന്നുള്ള ഫിലിമിന്റെ ഡയറക്ടറാണ് ആര്? ഹരിഹരൻ എന്ന് പറയുമ്പോഴത്തേക്കിന് പഴശ്ശിരാജ എന്നുള്ള ഫിലിമിന്റെ ഡയറക്ടർ ആരായിരുന്നു? കുഞ്ചാക്കോ ആയിരുന്നു. ഓർത്തിരിക്കുക. നമ്മൾ ഈ പറഞ്ഞു വില്ലൻ ലോകന്റെ ആണ് എന്താ മലബാർ മാനുവൽ എന്ന് പറയുമ്പോഴത്തേക്കിന്. ഇനിയും ഈ പറഞ്ഞിട്ടുള്ള കേരള സിംഹം എന്ന് ഈ പറഞ്ഞ പഴശ്ശിരാജയെ വിളിച്ചതാരാണ്? KM പണിക്കർ ആരാണ്? KM പണിക്കർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറഞ്ഞ പഴശ്ശിരാജായെ എന്ത് വിളിച്ചത്? കേരള സിംഹം എന്ന് വിളിച്ചത്. കേരള സിംഹം എന്നുള്ള ബുക്ക് ഉള്ളത് ആർക്ക് തന്നെയാണ്? KM പണിക്കർക്കാണ്. അപ്പൊ ഇത് 2 ബുക്ക് ഓർത്തി. അതുപോലെ എന്താണ് പഴശ്ശി സമരങ്ങൾ എന്നൊരു ബുക്കുണ്ട്. പഴശ്ശി സമരങ്ങൾ എന്നൊരു ബുക്കുണ്ട്. അത്
KKN കുറുപ്പിന്റെ ആണ്. എന്താണ് KKN കുറുപ്പിന്റെ ആണ് ഈ പറഞ്ഞിട്ടുള്ള പഴശ്ശി സമരങ്ങൾ എന്നുള്ള ബുക്ക്. തെറ്റിക്കുന്നത് ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഒത്തിരി KM പണിക്കരുടെ ആണ് കേരള സമരം എന്നുള്ള ബുക്ക്. ഇത് പഴശ്ശി സമരങ്ങൾ എന്നുള്ള ബുക്ക് KKN കുറുപ്പിന്റെ ആണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ മലബാർ മാനുവൽ ആരുടെയാണ്? വില്യം ലോഗന്റെ ആണ്. നമുക്കറിയാം ഇതിനെക്കുറിച്ച് തന്നെ കേരള ചരിത്രത്തിന്റെ ദുരന്ത ദശകം എന്ന ഒരു ബുക്കുണ്ട്. എന്താണ്? കേരള ചരിത്രത്തിലെ ദുരന്ത ദശകം എന്ന ഈ പറഞ്ഞ പഴശ്ശിയുടെ ഒരു ഡ്യൂറേഷനെ കുറിച്ച് എഴുതിയ ഒരു ബുക്കുണ്ട്. അതിന്റെ ഓതറാണ് കേരള ചരിത്രത്തിലെ ദുരന്ത ദശകം എന്നാണ്. TP ശങ്കരൻകുട്ടി നായർ. എന്താണ്? TP ശങ്കരൻകുട്ടി നായരുടെ ബുക്കാണെന്ന് ഈ പറഞ്ഞിട്ടുള്ള കേരള ചരിത്രത്തിലെ ദുരന്ത ദശകം എന്നുള്ള ബുക്ക്. അപ്പൊ ഇത്രയും ബുക്കിന്റെ പേരൊക്കെ ഓർത്തിരിക്കുക. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇങ്ങനെ വേറെ ക്വസ്റ്റൻ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞിട്ടുള്ള പഴശ്ശിയുടെ സ്മാരകമാണ് മാനന്തവാടി അല്ലെ. ഇനി ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ് പഴശ്ശിയുടെ ഡാമിന്റെ ലൊക്കേഷൻ. പഴശ്ശി ഡാം എവിടെയാണെന്ന് അറിയോ? കണ്ണൂരാണ് കേട്ടോ. പഴശ്ശി ഡാം എവിടെയാണ്? കണ്ണൂരാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പഴശ്ശിയുടെ മ്യൂസിയം ഉണ്ട് കേട്ടോ. പഴശ്ശിയുടെ മ്യൂസിയം ഉണ്ട് ഓർത്തിരിക്കുക. അത് ഈസ്റ്റ് ഹിൽസ് ആണ്. കോഴിക്കോടുള്ള ഈസ്റ്റ് ഹിൽസിലാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള പഴശ്ശിയുടെ മ്യൂസിയം ഇരിക്കുന്നത്. പഴശ്ശി ഡാം എവിടെയാണെന്ന് ഓർത്തിരിക്കുക? കണ്ണൂരിലാണ്. ക്ലിയർ അല്ലേ? ഇത് ഏത് നദിയിലാണെന്ന് വെച്ചാൽ എന്താ പറയും? വളപട്ടണം റിവർ അല്ലെ. എന്താണ്? വളപട്ടണം റിവറിലാണ് ഈ പറഞ്ഞിട്ടുള്ള പഴശ്ശിയുടെ ഡാം ഇരിക്കുന്നത്. കണ്ണൂരാണ്. വളപട്ടണം റിവറിലാണ് പഴശ്ശി ഡാം ഉള്ളത് ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ഈസ്റ്റ് ഹിൽസ് കോഴിക്കോടാണ് പഴശ്ശി മ്യൂസിയം ഉള്ളത്. നമ്മൾ പറഞ്ഞാണ് ഈ പറഞ്ഞ ആരാണ്? നമ്മുടെ ഈ തലക്കൽ ചന്തുവിന്റെ സ്മാരകം എവിടെയാണ്? പനമരമാണെന്ന് ഓർത്തിരിക്കുക. പുള്ളിയുടെ സ്മാരകം എവിടെയാണ്? മാനന്തവാടിയാണ്. ഇത്രയും എങ്കിലും ഇത്രയല്ല. ഇനിയുണ്ട്. ഞാൻ വേറെ ക്വസ്റ്റ്യൻ പറയാം. നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞിട്ടുള്ള ഒന്നാം പഴശ്ശി യുദ്ധം അവസാനിക്കാൻ കാരണമാകുന്നത് ഈ പറഞ്ഞ ബോംബെയിലെ ഗവർണർ ജൊനാഥൻ ഡങ്കൻ ആണ്. എന്താണ്? ജൊനാഥൻ ഡങ്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെയിലെ ഗവർണർ ആയിരുന്നു. ഈ പറഞ്ഞ ജൊനാഥൻ ഡങ്കൻ വന്നിട്ട് പഴശ്ശിയുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടാണ് ഒന്നാം പഴശ്ശി യുദ്ധം അവസാനിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതല്ലായിരുന്നു. ഈ പറഞ്ഞ ഒന്നാം പഴശ്ശി യുദ്ധം അവസാനിക്കാൻ ജൊനാഥൻ ഡങ്കന്റെ കൂടെ എന്ന് വെച്ചാൽ ഇവര് മീഡിയേറ്ററായിട്ട് നിന്ന രാജാവ് ആരാണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? ഈ പറഞ്ഞ ഒന്നാം പഴശ്ശി യുദ്ധം അവസാനിക്കാൻ പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കും ഇടയ്ക്ക് ഒരു മീഡിയേറ്ററായിട്ട് നിന്ന രാജാവ് ആരാന്നൊരു ക്വസ്റ്റ്യൻ. എന്താണ് നോക്കുക? അത് ചിറക്കൽ രാജയാണ്. എന്താണ്? ചിറക്കൽ രാജയാണ് ഈ പറഞ്ഞിട്ടുള്ള മീഡിയേറ്റർ ആയിട്ട് നിന്നത്. ഞാൻ ഈ എഴുതുന്ന മലയാളം ശ്രദ്ധിക്കണ്ട. ഞാൻ പറഞ്ഞു എഴുതുമ്പോൾ ചില മിസ്റ്റേക്ക് വരും. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാട്ടോ. ഞാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. ഓർത്തിരിക്കാൻ ചിറക്കൽ രാജയായിരുന്നു ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയുമെങ്കിലും കാര്യം എന്താണ്? മിനിമം ഓർത്തിരിക്കുക കേട്ടോ. നമ്മൾ ഇത്രയും ഒക്കെ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ പേര് കറക്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ ക്ലിയർ അല്ല. അപ്പൊ ഇത്രയും ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്. അപ്പൊ ഓർത്തിരിക്കുക. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ബ്രിട്ടീഷുകാർക്ക് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് റിവോൾട്ട് ഏതാണെന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? പഴശ്ശി. നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള 1793 തൊട്ട് 1805 വരെയാണ് ഈ പറഞ്ഞിട്ടുള്ള പഴശ്ശി യുദ്ധം ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിലും കുറെ വർഷം ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ ഇത്രയും ഞാൻ എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക. ഇത്രയും ക്വസ്റ്റൻസ് ഇത് പഠിച്ചിട്ട് വേണം നിങ്ങൾ ബാക്കി പഠിക്കാൻ പോകാൻ. കാര്യം ഇവർക്ക് ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ഇടാനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനകത്ത് എടുത്ത് ക്വസ്റ്റൻസ് ഇട്ടാൽ മതി. അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള പഴശ്ശി എന്നുള്ള സമയം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ഒരു എനിക്ക് തോന്നുന്നൊരു 30ഓളം ഉള്ള നമ്മുടെ നടന്നിട്ടുള്ള സമരങ്ങളുടെ ഒരു PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഞാൻ ക്വസ്റ്റൻ ബേസ് അല്ല, ഇത് പോയിന്റ് ബേസിലാണ് എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റൻ ആൻസർ സെക്ഷൻ പോലെയല്ല, പോയിന്റ്സ് ആയിട്ട് തന്നെ എഴുതി. അപ്പൊ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അത് അത്ര എഴുതണം. ഞാൻ കുറെ എണ്ണം എല്ലാം ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞ കുറച്ചൊരു യുദ്ധം, അതുപോലെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം, അതുപോലെ തന്നെ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇൻക്ലൂഡഡ് അല്ല. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പൊ ഇത് ഓർത്തിരിക്കുക. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ നോക്കുക. ഇത്രയുമാണ് ഈ പറഞ്ഞ പഴശ്ശി യുദ്ധത്തിന്റെ സെക്ഷൻ. അപ്പൊ അതിനെ നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകാമേ. ഇനി അടുത്ത സെക്ഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള നായർ പട്ടാള ലഹള എന്നൊരു സംഭവം. ഇത് അധികം ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ള സെക്ഷൻ അല്ല. എന്നാൽ അറിഞ്ഞിരിക്കാനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ ട്രാവൻകൂറിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ പട്ടാളം അറിയപ്പെടുന്നത് എന്താണ് എന്നൊരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ആൻസർ? നായർ ബ്രിഗേഡ് എന്നാണ്. എന്താണ്? നായർ ബ്രിഗേഡ് എന്നാണ് തിരുവിതാംകൂറിലെ പട്ടാളം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതാണ് അടുത്ത ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ട്. അടുത്ത ക്വസ്റ്റൻ എന്താണ്? നായർ പട്ടാള ലഹള നടന്ന വർഷം എത്രയാണെന്ന് അടുത്ത ക്വസ്റ്റൻ. 1804. നമ്മൾ ഈ പറയുന്ന വർഷം അതേ ഓർഡറിലാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക. ആദ്യം അഞ്ചുതങ്ങാണ്, പിന്നെ ആറ്റിങ്ങലാണ്, പിന്നെ നമ്മുടെ വേണാട് ട്രീറ്റി ഉണ്ട്, പഴശ്ശി കലാപം 1, പഴശ്ശി കലാപം 2. ഞാൻ വെച്ചാൽ പഴശ്ശി കലാപം തീരുന്നതിന് മുമ്പ് 1805 ഈ പറഞ്ഞ പഴശ്ശി കലാപം തീരുന്നതും നമ്മുടെ പഴശ്ശി മരിച്ചു പോകുന്നതും. അപ്പൊ അതിന് തൊട്ട്
തലേവർഷം ആണ് ഈ പറഞ്ഞിട്ടുള്ള നായർ പട്ടാള ലഹള നടക്കുന്നത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇതിനകത്ത് ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്, നായർ പട്ടാള ലഹള നടക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആരാണ് പറയാമോ? ആരായിരുന്നു ഈ വർഷം 1204 ആരായിരിക്കും? നമുക്കറിയാം ബാലരാമവർമ്മയാണ്. എല്ലാവർക്കും അറിയാം. ഒന്ന് ഓർത്തിരിക്കുക ഞാൻ ഈ പറയുന്നത്. നമുക്കറിയാം എന്താണ് നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ ഡ്യൂറേഷൻ എത്രയാണ്? 1729 തൊട്ട് 29 വർഷമാണ്. ഇത് തൊട്ട് 29 വർഷമാണ്. അപ്പൊ എത്ര വരും? 1758 അല്ലേ? 29, 39, 49, 59, 58 വർഷം. അപ്പൊ 1758 വരെയാണ് നമ്മുടെ മാർത്താണ്ഡവർമ്മ ഇരിക്കുന്നത്. ഇനി 58 തൊട്ട് 40 വർഷം ഇരിക്കുന്നത് കാർത്തിക തിരുനാളാണ്. 58 തൊട്ട് 40 വർഷം എന്ന് പറയുമ്പോൾ 1798 വരെ ഇരിക്കുന്ന ആരാണ്? കാർത്തിക തിരുനാളാണ്. ഇനി ഈ പറഞ്ഞ 1798 തൊട്ട് 1805 വരെ ഇരിക്കുന്നത് ആര് തന്നെയാണ്? നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ബാലരാമവർമ്മയാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള നായർ പട്ടാള ലഹള നടക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ രാജാവ് ആരെന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ബാലരാമവർമ്മയാണെന്ന് ഓർത്തിരിക്കുക. വേറെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ആ സമയത്തുള്ള ട്രാവൻകൂറിലെ ദിവാൻ ആരായിരുന്നു? ഒരു ക്വസ്റ്റ്യൻ ആരാണ് നമുക്കറിയാം. ആരാണ്? ദളവ ആരാണ്? ക്വസ്റ്റ്യൻ ആരാണ് നമുക്കറിയാം. വേലുത്തമ്പിയാണ്. ഓർത്തിരിക്കുക, വേലുത്തമ്പിയാണ് ഈ പറഞ്ഞ ആ സമയത്തുണ്ടായിരുന്ന അവിടുത്തെ ദളവ. ആരാണ്? വേലുത്തമ്പിയാണെന്ന് ഓർത്തിരിക്കുക. തെറ്റിക്കരുത്. ഇനി ഇതിന്റെ റീസൺ ചോദിച്ച ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഓർത്തിരിക്കുക. എന്ന് പറയുമ്പോൾ ട്രാവൻകൂർ ബ്രിട്ടീഷുകാർക്ക് അവരുടെ സൈന്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത്ര എമൗണ്ട് കൊടുക്കണമെന്നാണ് വർഷം തോറും. അപ്പൊ ഇവർ എന്ത് ചെയ്യുന്നറിയോ, ഈ പറഞ്ഞിട്ടുള്ള ക്യാഷ് ഇവർക്ക് കൊടുക്കാനൊക്കാത്ത അവസ്ഥ വന്നപ്പം വേലുത്തമ്പി തന്നെ എന്തോ ചെയ്യും, ഈ പറഞ്ഞ നായർ പട്ടാളം എന്ന് വെച്ചാൽ ട്രാവൻകൂറിലെ പട്ടാളത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നായർ പട്ടാളം എന്ന് വിളിക്കുന്നത്. അവരുടെ സാലറി റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ സാലറി റെഡ്യൂസ് ചെയ്തതിന്റെ പേരിൽ ട്രാവൻകൂറിലെ പട്ടാളക്കാർ തന്നെ നടത്തിയ ഒരു യുദ്ധമാണ് എന്ത് ഈ പറഞ്ഞ നായർ പട്ടാള നോത്തിരിക്കുക. ഇത് എന്ത് അത് അടിച്ചമർത്തുന്നുള്ള നോത്തിരിക്കുക. അപ്പൊ ഈ പറഞ്ഞ വേലുത്തമ്പി ആയിരുന്ന സംഘടന ദളവയെ നോത്തിരിക്കുക. ഈ സമയത്ത് വരുന്ന മക്കാളെ പ്രഭു ആണ് എന്തോ ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള നായർ പട്ടാള ലഹള അടിച്ചമർത്താൻ വേലുത്തമ്പിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആര് തന്നെയാണ്? മക്കാളെ പ്രഭു ആണ് നോത്തിരിക്കുക. പറ്റിക്കത് എന്താണ്? ലോർഡ് മക്കാളെയാണ് ഈ സമയത്ത് ഇവിടെ വരുന്ന ബ്രിട്ടീഷുകാർ നോക്കിയ കുറച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഇതിന്റെ ബാക്കിയായിട്ട് അത് വേണം എന്ത് പറയാം, ഈ പറഞ്ഞ വേലുത്തമ്പിയുടെ ബാക്കിയായിട്ട് നമുക്കറിയാം കുറിച്യർ ലഹള പറയുമ്പോൾ 1812 അതിന് തൊട്ട് മുമ്പ് നമുക്ക് ഇത് പഠിക്കാം. ഒന്ന് ഓർത്തിരിക്കുക, വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം എന്താണ് നമുക്കറിയാം. കുണ്ടറ പ്രൊക്ലമേഷൻ, കുണ്ടറ വിളംബരം നടന്ന വർഷം എപ്പോഴും ചോദിക്കുന്നതാണ്. എത്രയാണ് നമുക്കറിയാം? 11 ജനുവരി 1809 ആണ്. അപ്പൊ ഓർത്തിരിക്കുക, ഇത് കഴിഞ്ഞിട്ട് 1804 നായർ പട്ടാള ലഹള നടക്കുന്നത്. 1809 എന്ത് നമ്മുടെ കുണ്ടറ വിളംബരം എന്താണ്? 11 ജനുവരി 1809 ആണെന്ന് ഓർത്തിരിക്കുക. ടെമ്പിളിന്റെ പേര് അറിയിക്കുക എന്താണ്? ഇലമ്പൂർ ടെമ്പിൾ ആണ് കേട്ടോ. ഇലമ്പൂർ ടെമ്പിൾ, കുണ്ടറ, കൊല്ലത്തുള്ള ഇലമ്പൂർ ടെമ്പിൾ വെച്ചിട്ടാണ് കുണ്ടറ പ്രൊക്ലമേഷൻ നടത്തുന്നത്. ഓർത്തിരിക്കുക 11 ജനുവരി 1809 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കുക 11 ജനുവരി 1809 കുണ്ടറ നടന്നിരിക്കുന്നത്. ഇലമ്പൂർ ടെമ്പിൾ ആണ് കുണ്ടറ, കൊല്ലം. ഇനി അടുത്ത് കൊല്ലം വാർ നടന്ന ഡേറ്റ് അറിഞ്ഞിരിക്കും. ഇതേ വർഷം തന്നെയാണ് കൊല്ലം വാർ നടന്ന ഡേറ്റ് എത്രയാണ്? നമുക്കറിയാം 15 ജനുവരി ആയിട്ട് എന്നാണ് 15 ജനുവരിയാണ്. 11 ജനുവരിയിലാണ് കുണ്ടറ നടക്കുന്നത്. 15 ജനുവരിയിലാണ് എന്ത്? കൊല്ലം വാർ. 15 ജനുവരിയാണ് എന്ത്? കൊല്ലം വാർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വേലുത്തമ്പി എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത് അറിയാം. വേലുത്തമ്പിയുടെ സ്മാരകം ഉള്ളത് എവിടെയാണ്? മണ്ണടിയാണ് അല്ലെ. മണ്ണടിയാണ് വേലുത്തമ്പിയുടെ സ്മാരകം. എവിടെയാണ്? മണ്ണടിയാണെന്ന് ഓർത്തിരിക്കുക. പത്തനംതിട്ടയാണ് കേട്ടോ മണ്ണടി. മണ്ണടിയിലുള്ള ക്ഷേത്രത്തിലാണ് പുള്ളി പോയിട്ട് പോകുന്നത് ഓർത്തിരിക്കുക. അപ്പൊ മണ്ണടി പത്തനംതിട്ടയാണെന്ന് ഓർത്തിരിക്കുക. മണ്ണടി തന്നെയാണ് എന്ത്? നമ്മുടെ വേലുത്തമ്പിയുടെ സ്മാരകം. അപ്പൊ ഇത്രയും ഒന്ന് അറിഞ്ഞിരിക്കുക. കുറച്ചും ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ഇത് കണ്ട കുറിച്യർ ലഹള. നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ പഴശ്ശിരാജായെ സഹായിച്ച ആൾക്കാരുടെ കൂട്ടത്തിലുള്ളതാണ് ഈ കുറിച്യർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബ്രിട്ടീഷുകാർക്ക് കുറിച്യരോട് ഒരു ദേഷ്യമുണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ പറഞ്ഞ കുറിച്യർ ലഹളയിലെ കുറിച്യരുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഗോത്രവർഗം ഏതാണ്? ആരാണ്? കുറുമ്പരാണ് കേട്ടോ. ആരാണ്? കുറുമ്പർ. കുറിച്യറും കുറുമ്പരും ചേർന്നിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള കുറിച്യർ ഇത് നടത്തിയിരിക്കുന്നത്. ഇതിന്റെ റീസൺ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് റീസൺ എന്ന് പറയുമ്പോൾ ഈ കുറിച്യർ ടാക്സ് കൊടുത്തോണ്ടിരുന്നത് എന്താണ്? ക്യാഷ് ആയിട്ടല്ല, അവർ സാധനങ്ങൾ തന്നെയാണ് ടാക്സ് ആയിട്ട് കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ടാക്സ് ഇവർ എന്ത് ചെയ്യും? ക്യാഷ് ആയിട്ട് ചോദിക്കും. ടാക്സ് ക്യാഷ് ആയിട്ട് പേ ചെയ്യാൻ പറയുന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ റീസൺ. എന്താണ്? ടാക്സ് ഇനി തൊട്ട് നിങ്ങൾ ക്യാഷ് ആയിട്ട് തന്നെ പേ ചെയ്യണമെന്ന് തോമസ് വാർണർ ഒരാളുടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. തോമസ്
തോമസ് വാർഡനാണ് എന്ത് പറയുന്നത്, നിങ്ങൾ ഇനിയും ടാക്സ് ഞങ്ങൾക്ക് ക്യാഷ് ആയിട്ട് തന്നാൽ മതി എന്ന് പറയുന്ന ആരാണ്? തോമസ് വാർഡനാണ്. ഇതാണ് ഇതിന്റെ ഒരു റീസൺ. ഇനിയും ഇതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള കുറിച്യരുടെ വെട്ടിച്ചുട്ട് കൃഷി എന്നൊരു സംഭവമാണ്. എന്താണ് വെട്ടിച്ചുട്ട് കൃഷി? ഈ വെട്ടിച്ചുട്ട് കൃഷി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ബ്രിട്ടീഷുകാര് നിർത്തലാക്കും, വേണ്ടാന്ന് പറയാം. അപ്പൊ ഇത് രണ്ടും ഇതിന്റെ റീസൺസ് ആണ്. അപ്പൊ എന്തൊക്കെയാണ്? പറഞ്ഞ ടാക്സ് ക്യാഷ് ആയിട്ട് തരണം തോമസ് വാർഡൻ പറയുന്ന ഒരു റീസൺ എന്ന് പറയുമ്പോൾ പറഞ്ഞ വെട്ടിച്ചുട്ട് കൃഷി ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? നിർത്തലാക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ കുറിച്യർ ലഹളയുടെ ലീഡർ ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ. ആരാണ്? രാമൻ അമ്പിയാണ്. എന്ത്? രാമൻ അമ്പിയാണ് എന്ത്? കുറിച്യർ ലഹളയുടെ ലീഡർ ആരാണ്? രാമൻ അമ്പിയാണ് എന്ത്? കുറിച്യർ ലഹളയുടെ ലീഡർ ആരാണ്? രാമൻ അമ്പി. അത് ലീഡറാണ്. വേറെ ക്വസ്റ്റ്യൻ, ഈ രാമൻ അമ്പിയുടെ കൂടെ 3 പേരുണ്ടായിരുന്നു വേറെ, അവരുടെ പേരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, ഒരു 1000 വീട്ടിൽ കോന്തപ്പൻ ആണ്. ആരാണ്? 1000 വീട്ടിൽ കോന്തപ്പൻ എന്നുണ്ട്. പ്ലാക്ക ചന്തു എന്നൊരാളുണ്ട്. ബെൻഗലോൺ കേളു. ഇവരുടെ പേര് ജസ്റ്റ് ഓർത്തിരിക്കുക എന്തൊക്കെയാണ്? 1000 വീട്ടിൽ കോന്തപ്പൻ ഉണ്ട്, പ്ലാക്ക ചന്തു ഉണ്ട്, ബെൻഗലോൺ കേളു. ഇവർ ഇത്രയും പേരാണ് രാമൻ അമ്പിയെ സഹായിച്ചുകൊണ്ട് ഈ പറഞ്ഞ കുറിച്യർ ലഹളയിലെ പാർട്ടിസിപ്പേറ്റ്. ക്ലിയർ അല്ലേ? ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഈ കുറിച്യർ ലഹള സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് കറക്റ്റ് ഓർത്തിരിക്കുക. 25 മാർച്ച് ആണ്. എന്ന് 25 മാർച്ച് 1812 ഗണപതിപുരത്തു നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗണപതിപുരത്തു നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? കുറിച്യർ ലഹള സ്റ്റാർട്ട് ചെയ്ത് തെറ്റിക്കരുത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 25 മാർച്ച് 1812 ഗണപതിപുരത്തു നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? കുറിച്യർ ലഹള സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്, ബ്രിട്ടീഷുകാരെ കുറിച്യർ കലാപം അടിച്ചമർത്തിയ ഡേറ്റ് എന്നാണ് ഓർത്തിരിക്കുക. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 8 മെയ് 1812 ഓർത്തിരിക്കുക. എന്നാണ് 8 മെയ് 1812 എന്തോ ചെയ്യുന്നത്? ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരെ കുറിച്യർ കലാപം അടിച്ചമർത്തുന്നത് ഓർത്തിരിക്കുക. ഇതിനു മുമ്പിട്ട് എന്നാണ് 30 ഏപ്രിലാണ് ഈ പറഞ്ഞ രാമൻ അമ്പിയെ ഇവര് പിടിച്ചിട്ട് വധിക്കുന്നത് എന്നാണ്. 30 ഏപ്രിലാണ്. അപ്പൊ ഇത്രയും പേര് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ ഇതൊന്നും മറന്നുപോയത്. 8 മെയ് 1812 എന്ത് ചെയ്യുന്നത്? കുറിച്യർ കലാപം ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തുന്നത്. നോക്കി, അടുത്തൊരു സംഭവമാണെന്ത്? കുമാരൻ വയലേരി ആളാണ്. കുമാരൻ വയലേരി. പുള്ളിയുടെ ഒരു ബുക്കുണ്ട്. എന്താണ്? കുമാരൻ വയലേരിയുടെ ബുക്കാണെന്ത്? കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന ബുക്ക് എഴുതിക്കുന്നതാണ് കുമാരൻ വയലേരിയാണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓർത്തിരിക്കുക. കുമാരൻ വയലേരിയുടെ ബുക്കാണെന്ത്? കുറിച്യരുടെ ജീവിതവും സംസ്കാരം എന്നുള്ളത് കുമാരൻ വയലേരിയുടെ ബുക്കാണെന്ന് ഓർത്തിരിക്കുക. ഇനി തോമസ് ആർ വേവർ. ആരാണ്? TH വേവർ ആരാണ്? നമ്മുടെ തലശ്ശേരി വധിച്ചത് തോമസ് ആർ വേവർ ആണ്. തലശ്ശേരി സബ് കളക്ടർ ആണ് അല്ലെ. ഈ പറഞ്ഞിട്ടുള്ള തലശ്ശേരി സബ് കളക്ടർ ആയിട്ടുള്ള തോമസ് ആർ വേവർ ഈ പറഞ്ഞ കുറിച്യർ ലഹളയെ കുറിച്ച് പറഞ്ഞ ഒരു കോട്ട് ഉണ്ട്, അത് അറിഞ്ഞിരിക്കണം കേട്ടോ. എന്താ പറഞ്ഞത് ഓർത്തിരിക്കുക. ഇവർക്ക് 1 മാസം കൂടി ഇവർ പിടിച്ചു നിന്നിരുന്നെങ്കിൽ വയനാട് ഇവരുടെ അണ്ടറിലായേനെ എന്ന് പറഞ്ഞതാണ് തോമസ് ആർ വേവർ ആണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ കുറിച്യരുടെ ജീവിതവും സംസ്കാരം എന്നുള്ള ബുക്ക് ആരുടെയാണ്? കുമാരൻ വയലേരിയുടെ ആണ്. ഇനി എന്താണ്? സൗത്ത് ഇന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സൗത്ത് ഇന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് എന്ത്? കുറിച്യർ ലഹള. തെറ്റിക്കരുത്. എന്താണ്? സൗത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് എന്ത്? കുറിച്യർ ലഹള. അപ്പൊ ഇത്രയും കാര്യങ്ങൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കും. അതുകൊണ്ട് ഞാൻ ഇത് ഓൾറെഡി പറയാൻ കാര്യം, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് ഓൾറെഡി ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പഠിക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ ഡേറ്റ് ഒന്നും മറന്നുപോയത് 25 മാർച്ച് 1812 ഗണപതിപുരത്ത് സ്റ്റാർട്ട് ചെയ്യാൻ ഓർത്തിരിക്കുക. എന്നാണ് അടിച്ചമർത്തിയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. 8 മെയ് 1812 അടിച്ചമർത്തുന്നത്. കുമാരൻ വയലേരിയാണ് എന്താണ്? കുറിച്യരുടെ ജീവിതവും സംസ്കാരം എന്നുള്ള ബുക്ക് എഴുതിക്കുന്നത്. കൊണ്ടുവരുന്ന വർഷം ഓർത്തിരിക്കുക. നായർ പട്ടാള ലഹള നടന്ന സമയത്ത് ഉണ്ടായിരുന്ന ബാലരാമവർമ്മയാണ് ഓർത്തിരിക്കുക. 1804 ഓർത്തിരിക്കുക. അത് കഴിഞ്ഞ് 1809 കുണ്ടറ വിളംബരം. അത് കഴിഞ്ഞ് കൊല്ലം വാറാണ്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് പറഞ്ഞിട്ടുള്ള കുറിച്യർ ലഹള എന്നൊരു സംഭവം വരുന്നത്. ഈ നെക്സ്റ്റിനകത്ത് വരേണ്ട സംഭവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള അച്ചിപ്പുടവ സമരം എന്നൊരു സംഭവമുണ്ട്. അച്ചിപ്പുടവ സമരമുണ്ട്. ഇനി എന്താണ്? അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചാന്നാർ ലഹള വരുന്നത്. പിന്നുള്ളത് എന്താണ്? മൂക്കുത്തി സമരമാണ്. അതുകൂടെ കഴിഞ്ഞ് നമുക്ക് എവിടോട്ട് പോകണം? നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മലയാള മെമ്മോറിയൽ ഈഴവങ്ങളുടെ സെക്ഷനാണ്. അപ്പൊ അടുത്ത സെക്ഷൻ എന്താണ് ഞാൻ പറഞ്ഞത്? അച്ചിപ്പുടവ സമരം. ഒത്തിരി ഇത് 1858, ഒരെണ്ണം 1859, തൊട്ടടുത്ത 1860. ഈ 3 വർഷം അടുപ്പിച്ചനാ വരുന്ന ഓർത്തിരിക്കണം കേട്ടോ. 1858 എന്ന് പറയുന്നത് എന്താണ്? അച്ചിപ്പുടവ സമരമാണ്. എന്താണ്? ഞാനത്
പുടവ സമരമാണ് കേട്ടോ. അച്ചിപ്പുടവ സമരമാണ് നോക്കിയിരിക്കുക. അച്ചിപ്പുടവ സമരമാണ് 1858. 1860 ഇത് മൂക്കുത്തി സമരം. മൂക്കുത്തി സമരം എന്ന് പറയുന്നത് എന്താണ്? 1860. ഈ അച്ചിപ്പുടവ സമരത്തിന്റെയും മൂക്കുത്തി സമരത്തിന്റെ ലീഡർ സെയിം ആണ്. ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ എന്താണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് എന്ത്? ഈ പറഞ്ഞിട്ടുള്ള അച്ചിപ്പുടവ സമരത്തിന്റെയും മൂക്കുത്തി സമരത്തിന്റെയും ലീഡർ. ഇനിയും അച്ചിപ്പുടവ സമരം നടന്ന സ്ഥലം ചോദിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കുക, കായംകുളമാണ്. കായംകുളത്ത് പതിയൂർ എന്നൊരു സ്ഥലമുണ്ട്. എന്താണ്? പതിയൂർ. പതിയൂർ എന്നൊരു സ്ഥലമുണ്ട് കായംകുളത്ത്. അപ്പൊ കായംകുളത്തെ പതിയൂർ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇവര് ഈഴവ യുവതിയുടെ പുടവ വലിച്ചു കീറും. അതാണ് ഈ പറഞ്ഞ അച്ചിപ്പുടവ സമരത്തിന്റെ ബാക്കി വരാനുള്ള റീസൺ. അപ്പോൾ ഓർത്തിരിക്കുക, കായംകുളത്തെ പതിയൂരാണ് എന്ത്? നമ്മുടെ ഈ പറഞ്ഞുള്ള അച്ചിപ്പുടവ സമരം നടന്നിരിക്കുന്നത്. ഇനി മൂക്കുത്തി സമരം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? പന്തളത്താണ് കേട്ടോ. പത്തനംതിട്ടയിലെ പന്തളത്താണ് എന്ത്? ഈ പറഞ്ഞിട്ടുള്ള പന്തളം. പത്തനംതിട്ടയിലെ പന്തളത്താണ് എന്തുള്ള ഈ പറഞ്ഞിട്ടുള്ള മൂക്കുത്തി സമരം നടന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ രണ്ടിന്റെയും ലീഡർ ആരായിരുന്നു? ആറാട്ടുപുഴ വേലായുധ പണിക്കരായിരുന്നു. ഇനിയുമാണ് ഈ 1851 ചാന്നാർ ലഹള. ചാന്നാർ ലഹള അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്? മേൽമുണ്ട് സമരം എന്നൊക്കെ വിളിക്കുന്ന ഈ സമരം എന്താണ്? 1859. ഇവിടുന്ന് കുറെ ചോദിച്ചിട്ടുണ്ട് ചാന്നാറിന്റെ കേസിൽ. അപ്പൊ ഒന്ന് ഓർത്തിരിക്കുക, കേരളത്തിലെ ഫസ്റ്റ് സാംസ്കാരിക പ്രക്ഷോഭം, തെറ്റിക്കരുത്, ഫസ്റ്റ് സാംസ്കാരിക പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതായത് ചാന്നാർ ലഹളയാണ്. തെറ്റിക്കരുത്. കേരളത്തിലെ ഫസ്റ്റ് സാംസ്കാരിക പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ എന്താണ്? അത് ചാന്നാർ ലഹളയാണ്. ഒന്നാം ചാന്നാർ ലഹള ഡേറ്റ് ചോദിച്ചിട്ട് എന്താണ്? ഇത് ചാന്നാർ ലഹള തീരുന്ന സമയമാണ് കേട്ടോ. ഒന്നാം ചാന്നാർ ലഹള ഡേറ്റ് എന്താണ്? 1822 ഒന്നാം ചാന്നാർ ലഹള. ഇനിയും ഈ ചാന്നാർ ലഹള എന്ന് പറഞ്ഞ ഒരു സംഭവം വരാൻ കാരണമായതാരാണ്? റെനേസൻസ് ലീഡർ ആരാണ്? അറിയാം, വൈകുണ്ഠസ്വാമിയാണ്. വൈകുണ്ഠസ്വാമിയാണ് ഈ പറഞ്ഞിട്ടുള്ള ചാന്നാർ ലഹളയുടെ പുറകിൽ പ്രവർത്തിച്ച ലീഡർ. നോക്കിയിരിക്കുക, ഒന്നാം ചാന്നാർ ലഹളയുടെ വർഷം 1822 എന്ന് ഓർത്തിരിക്കുക കേട്ടോ. തെറ്റിക്കരുത്. അതുപോലെ എന്താണ്? കേരളത്തിലുള്ള ആദ്യത്തെ സാംസ്കാരിക കലാപം. തെറ്റിക്കരുത്. ഫസ്റ്റ് സാംസ്കാരിക കലാപം എന്ന് ചോദിച്ചാൽ എന്താണത്? ചാന്നാർ ലഹള. അതിന്റെ റീസൺ ഒക്കെ അല്ല, ചാന്നാർ സ്ത്രീകൾക്ക് മേലുമുണ്ട് ധരിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ചില ജാക്കറ്റും മേലുമുണ്ടും ധരിക്കാനുള്ള അനുവാദം ഈ പറഞ്ഞ ഹയർ കാസ്റ്റ് ഉള്ള സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനെതിരെ നടന്ന സംഭവമാണ് ഓർത്തിരിക്കുക. അപ്പൊ എന്താണ്? കേരളത്തിലെ ആദ്യത്തെ സാംസ്കാരിക കലാപമാണ് ഒന്നാം ചാന്നാർ ലഹള വർഷം 1822. ഈ പറഞ്ഞിട്ടുള്ള വൈകുണ്ഠസ്വാമിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ലീഡർ എന്ന് പറയുന്നവരാണ് നമ്മുടെ വൈകുണ്ഠസ്വാമിയാണ്. ഇത് അറിയേണ്ട സംഭവം എന്ന് പറയുമ്പോൾ 2-3 സംഭവങ്ങളുണ്ട്. ഒന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മേൽമുണ്ട് ധരിക്കാൻ അനുവാദം കൊടുത്ത ഡേറ്റ് അറിഞ്ഞിരിക്കുക. അതിന് മുമ്പിട്ട് എന്താണ്? നമ്മുടെ കേണൽ മൺറോ, ഈ പറഞ്ഞ ചാന്നാർ സ്ത്രീകളെ ക്രിസ്ത്യനിലോട് കൺവേർട്ട് ചെയ്ത സ്ത്രീകളുണ്ടല്ലോ, അപ്പൊ അവർക്ക് മേൽമുണ്ട് ധരിക്കാൻ അധികാരം കൊടുത്തത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്? ഓർത്തിരിക്കുന്നത് കേണൽ മൺറോ ആണ് കേട്ടോ. കേണൽ മൺറോ ആണ് ക്രിസ്ത്യാനിറ്റിയോട് കൺവേർട്ട് ചെയ്ത സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അനുവാദം കൊടുത്തത് ആരാണ്? കേണൽ മൺറോ ആണ്. ഇനിയും എല്ലാ സ്ത്രീകൾക്കും എന്ന് വെച്ചാൽ കാസ്റ്റിനെ ബേസ് ചെയ്യാതെ എല്ലാ സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാനുള്ള അനുവാദം കൊടുക്കുന്ന ആരാണ്? ഉത്രം തിരുനാളാണ് കേട്ടോ. എന്താണ്? ഉത്രം തിരുനാളാണ് എന്തോ ചെയ്യുന്നത്? എല്ലാവർക്കും മേൽമുണ്ട് ധരിക്കാൻ അനുവാദം കൊടുക്കുന്ന ആരാണ്? ഉത്രം തിരുനാൾ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ ഡേറ്റും ചോദിച്ചിട്ടുള്ളതാണ്. ഡേറ്റ് 26 ജൂലൈ കേട്ടോ. 26 ജൂലൈ 1859 അല്ല, 1859 എന്ത് ചെയ്തിരിക്കുന്നത്? ഉത്രം തിരുനാള് എല്ലാ സ്ത്രീകൾക്കും ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അനുവാദം കൊടുത്തുകൊണ്ട് പ്രൊക്ലമേഷൻ റിലീസ് ചെയ്യുന്നത് എന്നാണ്? 26 ജൂലൈ 1859 ആണ്. ഉത്രം തിരുനാളാണെന്ന് ഓർത്തിരിക്കുക. ഇതിനെ റെക്കമെൻഡേഷൻ കൊടുത്ത ആള് ചോദിച്ചാൽ ലോർഡ് ഹാരിസ് ആണ്. ആരാണ്? ലോർഡ് ഹാരിസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള ഉത്രം തിരുനാളിന് ചാന്നാർ സ്ത്രീകൾക്കും എന്ത് കൊടുക്കാം? മേൽമുണ്ട് ധരിക്കാൻ അനുവാദം കൊടുക്കണം എന്നുള്ള സംഭവത്തിന് റെക്കമെൻഡേഷൻ കൊടുത്തതാണ് ലോർഡ് ഹാരിസ് ആണ്. നോക്കിയിരിക്കണം, തെറ്റിക്കുന്നത്. ലോർഡ് ഹാരിസ് ആണ്. ഇതിന്റെ വർഷം 26 ജൂലൈ 1859. ഡേറ്റ് 26 ജൂലൈ 1859 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്രം തിരുനാൾ ഈ പറഞ്ഞിട്ടുള്ള പ്രൊക്ലമേഷൻ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതെല്ലാം പഠിച്ചു വെക്കട്ടെ. അപ്പൊ ഇത്രയും കഴിഞ്ഞു. നോക്കി നെക്സ്റ്റ് സെക്ഷൻ എന്താണ്? നോക്കി മലയാളി മെമ്മോറിയൽ ഒരു സാധനം എന്താണ്? 1891 നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മലയാളി മെമ്മോറിയൽ എന്നുള്ള സംഭവം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് എപ്പോഴും.
ഓർത്തിരിക്കുക, മലയാള മെമ്മോറിയൽ നടന്നിരിക്കുന്നത് 1891 ഇതിനെതിരെ നടന്നിരിക്കുന്ന സംഭവമാണ് എന്ത്? എതിർ മെമ്മോറിയൽ. ഇതും 1891 തന്നെയാണ്. എന്താണ് എതിർ മെമ്മോറിയൽ? എതിർ മെമ്മോറിയലിന്റെ വർഷം എന്ത് തന്നെയാണ്? ഈ പറഞ്ഞിട്ടുള്ള 1891 ആണ്. ഓർത്തിരിക്കുക, രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ നോക്കിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മലയാളി 3 പേരുടെ പേര് കറക്റ്റ് ആണ്. അത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന പേര് ആരുടെയാണ്? ഈ പറഞ്ഞിട്ടുള്ള ബാരിസ്റ്റർ GP പിള്ളയുടെ പേരാണ് എല്ലാവർക്കും അറിയാം. ബാരിസ്റ്റർ GP പിള്ളയുടെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ ഓർത്തിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള മലയാളി മെമ്മോറിയൽ ഇതിന്റെ കോട്ടാണ് എന്ത്? തിരുവിതാംകൂറുകാർക്ക് എന്നൊരു സ്ലോഗൻ ഉണ്ട്. എന്താണ്? തിരുവിതാംകൂറുകാർക്ക് എന്നൊരു സ്ലോഗൻ ഉണ്ട് കേട്ടോ. തിരുവിതാംകൂറുകാർക്ക്. ഈ സ്ലോഗന്റെ ഫൗണ്ടർ ആണ് ആര്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബാരിസ്റ്റർ GP പിള്ള. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. തിരുവിതാംകൂറുകാർക്ക് എന്നുള്ള സ്ലോഗൻ ആരാണ് കൊണ്ടുവന്ന് വെച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബാരിസ്റ്റർ GP പിള്ളയാണെന്ന് ഓർത്തിരിക്കുക. ഇനിയും 1891 ഈ പറഞ്ഞിട്ടുള്ള മലയാള മെമ്മോറിയൽ ഇവര് സബ്മിറ്റ് ചെയ്ത വർഷം ഡേറ്റ് ചോദിച്ചിട്ടുണ്ടെന്നാണ്. 1 ജനുവരി 1891 ആരാണ് ഇത് കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നത്? അത് നമുക്കറിയാം. ഈ പറഞ്ഞ ഡേറ്റ് എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടുത്തെ ട്രാവൻകൂർ രാജാവ്? ആരാണ്? 1891 എന്ന് പറയുമ്പോൾ ആരാണ് നമുക്കറിയാം? ശ്രീമൂലം തിരുനാളാണ്. അപ്പൊ 1 ജനുവരി 1891 ശ്രീമൂലം തിരുനാളിന്റെ ഫ്രണ്ടില് ഈ പറഞ്ഞ മലയാള മെമ്മോറിയൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നത്. വർഷം ഡേറ്റും കറക്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി ആരാണ് ഇത് സബ്മിറ്റ് ചെയ്തതെന്ന് അറിയണം. ആരാണ്? KP ശങ്കരമേനോൻ. പേര് ഓർത്തിരിക്കുക, KP ശങ്കരമേനോനാണ് എന്തോ ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള മലയാള മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന്റെ ഫ്രണ്ടിൽ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആരാണ്? KP ശങ്കരമേനോനാണ്. ആരാണ്? KP ശങ്കരമേനോനാണ് ഓർത്തിരിക്കുക. ഇനിയും മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയ ഒരു കവിയുണ്ട്. ആരാണത്? CV രാമൻ പിള്ള. ആരാണ്? CV രാമൻ പിള്ളയാണ് എന്ത്? മലയാള മെമ്മോറിയലിൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ളയാണെന്ന് ഓർത്തിരിക്കുക. ഇനിയും ഇതേ മലയാള മെമ്മോറിയലിനെ കുറിച്ചിട്ട് CV രാമൻ പിള്ള ഒരു പത്രത്തിൽ പുള്ളി എഴുതുന്നുണ്ടാണ്. ആര്? CV രാമൻ പിള്ള. അപ്പൊ CV രാമൻ പിള്ള മലയാള മെമ്മോറിയലിനെ കുറിച്ച് എഴുതിക്കൊണ്ടിരുന്ന പത്രം ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ് പത്രം? മിതഭാഷി എന്നൊരു പത്രം ഉണ്ട്. അതാണ് മിതഭാഷി എന്നൊരു പത്രം ഉണ്ടായിരുന്നു. മിതഭാഷി എന്നൊരു പത്രം ഉണ്ടായിരുന്നു. ആ പത്രത്തിനകത്താണ് എന്ത്? നമ്മുടെ CV രാമൻ പിള്ള മലയാള മെമ്മോറിയലിനെ കുറിച്ച് എഴുതിക്കൊണ്ടിരുന്നത്. ഇതാണ് പത്രം, മിതഭാഷിയാണ്. നോക്കിയിരിക്കുക. കുറച്ചും ചോദിച്ചിട്ടുള്ള CV രാമൻ പിള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട കവി ഏതാണെന്ന് ചോദിച്ചിട്ടുള്ള CV രാമൻ പിള്ളയാണ്. എഴുതി തയ്യാറാക്കിയ CV രാമൻ പിള്ളയാണ്. നമ്മുടെ ആരാണ്? KP ശങ്കരമേനോനാണ് എന്തോ ചെയ്തിരിക്കുന്നത്, ഇതുകൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഇനിയും എത്ര പേര് നമ്മുടെ മലയാള മെമ്മോറിയലിൽ സൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കിയിരിക്കുക. എത്ര പേരാണ് നമുക്കറിയാം. എത്രയാണ് സൈൻ ചെയ്യുന്നത്? 128 എന്ന് പഠിക്കുക കേട്ടോ. 128 പഠിക്കാൻ എളുപ്പം. ഇത്രയും പേര് ഇതിനകത്ത് സൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ, എന്താ ആദ്യം സൈൻ ചെയ്ത ആളാണ് ആര്? രണ്ടാമത് സൈൻ ചെയ്ത ആര്? മൂന്നാമത് സൈൻ ചെയ്ത ആരാണ്? അവരുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് നോക്കിയിരിക്കുക. ഈ പറഞ്ഞ KP ശങ്കരമേനോനാണ് എന്ത് ചെയ്യുന്നത്? ആദ്യം സൈൻ ചെയ്തത്. KP ശങ്കരമേനോനാണ് ആദ്യം സൈൻ ചെയ്യുന്നത്. രണ്ടാമത് സൈൻ ചെയ്യുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണെന്ന് ഓർത്തിരിക്കുക. മൂന്നാമത് സൈൻ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഡോക്ടർ പൽപ്പുവാണ് എന്തോ ചെയ്യുന്നത്? മൂന്നാമത് സൈൻ ചെയ്ത്. തെറ്റിക്കരുത്. മലയാള മെമ്മോറിയലിനകത്ത് ആദ്യം സൈൻ ചെയ്യുന്നത് KP ശങ്കരമേനോനാണ്. രണ്ടാമത് സൈൻ ചെയ്യുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. മൂന്നാമത് സൈൻ ചെയ്യുന്നത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. മലയാള മെമ്മോറിയൽ സമയത്തുള്ള ദിവാന്റെ പേര് ആരായിരുന്നു? T രാമറാവു കേട്ടോ. രാമറാവു ആയിരുന്നു ആ സമയത്തുണ്ടായ ദിവാൻ. ഈ ദിവാൻ എന്ന് പറയുമ്പോൾ അടുത്ത 3-4 സംഭവത്തിനകത്ത് ആ സമയത്തുള്ള ദിവാന്റെ പേര് അറിഞ്ഞിരിക്കണം. അപ്പൊ ഒത്തിരിക്കുക മലയാള മെമ്മോറിയൽ നടന്ന സമയത്തുണ്ടായ ദിവാൻ ആയിരുന്നു ആര്? T രാമറാവു. ക്ലിയർ അല്ലേ? ഇനിയും ഇതുപോലെ തന്നെ ഈ പറഞ്ഞ മലയാള മെമ്മോറിയലിൽ നിയമ ഉപദേശം കൊടുത്ത ബ്രിട്ടീഷുകാരന്റെ പേരുണ്ട്. ഓർത്തിരിക്കുക, നോർട്ടൺ ആണ്. ആരാണ്? നോർട്ടൺ എന്നുള്ള ഒരു ലോയർ ആണ് എന്ത് ചെയ്യുന്നത്? മലയാള മെമ്മോറിയലിൽ നിയമ ഉപദേശം കൊടുത്തത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യം മറന്നു എന്തൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ഇത്രയും പേര് 127 സൈൻ ചെയ്തിട്ടുണ്ട്. ആദ്യം സൈൻ ചെയ്യുന്നത് KP ശങ്കരമേനോനാണ്. രണ്ടാമത് സൈൻ ചെയ്തത് ബാരിസ്റ്റർ GP പിള്ളയാണ്. മൂന്നാമത് സൈൻ ചെയ്ത ഡോക്ടർ പൽപ്പു ആണെന്ന് ഓർത്തിരിക്കുക. ഇതിന്റെ നിയമ ഉപദേശകൻ ആരാണ്? നോർട്ടൺ ആണ്. ഈ സമയത്തുണ്ടായ ദിവാൻ ആയിരുന്നു? T രാമറാവു ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മിതഭാഷി എന്നുള്ള പത്രത്തിലാണ് നമ്മുടെ CV രാമൻ പിള്ള ആരാണ്? പറഞ്ഞ മലയാള മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയ CV രാമൻ പിള്ളയാണ്. പുള്ളിയാണ് ഈ പറഞ്ഞ മിതഭാഷി എന്നുള്ള പത്രത്തിലാണ് മലയാള മെമ്മോറിയലിനെ കുറിച്ചിട്ട് എഴുതിക്കൊണ്ടിരുന്നത് നോക്കിയിരുന്നത് കേട്ടോ. തെറ്റിക്കരുത്.
അത്രയും കറക്റ്റ് ഓർത്തിരിക്കുക. സബ്മിറ്റ് ചെയ്ത വർഷം 1 ജനുവരി 1891 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇത് അറിയേണ്ട രണ്ടാമത്തെ സംഭവമാണ് ഇത് മലയാളം നമ്മൾ പറഞ്ഞു എന്താണ്, തമിഴ് ബ്രാഹ്മിൺസ് ട്രാവൻകൂറിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട്ടുള്ള അവരുടെ ഇൻഫ്ലക്സ്, അതാണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്. തമിഴ് ബ്രാഹ്മണരെ ഇവർ കൂടുതൽ കൊണ്ട് ഹയർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടാൻ തുടങ്ങിയില്ല, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഗവൺമെന്റിലെ ഹയർ പൊസിഷൻസ് ഇവർക്ക് കിട്ടാതായി. അപ്പൊ അത് കാരണമാണ് ഈ പറഞ്ഞിട്ടുള്ള മലയാളം കൂടുതൽ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെതിരെ ഈ തമിഴ് ബ്രാഹ്മണര് തിരിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് എതിർ മെമ്മോറിയൽ എന്നുള്ള സംഭവം. എന്താണ് എതിർ മെമ്മോറിയൽ എന്ന് പറയാൻ? തമിഴ് ബ്രാഹ്മണര് മലയാള മെമ്മോറിയലിനെതിരെ കൊടുത്ത സംഭവം എന്ന് വെച്ചാൽ എന്താണ്, എതിർ മെമ്മോറിയൽ ആണ്. ഇതിന്റെ വർഷം 1891 ആണ്. ഡേറ്റ് ചോദിക്കാറുണ്ട്, 3rd ജൂൺ ആണ് കേട്ടോ. എന്താണ് 3rd ജൂൺ ആണ് ഇത് എതിർ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്ത വർഷം. ഇനിയും ആരായിരുന്നു എതിർ മെമ്മോറിയലിന്റെ ലീഡേഴ്സ്? 2 പേരുടെ പേര് ചോദിച്ചിട്ടുള്ളതാണ്. നോക്കിയിരിക്കുക, 2 പേരുടെ പേരും പഠിച്ചിരിക്കണം. ഓക്കെ, ഈ രാമ അയ്യർ ആരാണ്? ഈ രാമ അയ്യർ എന്ന് പറയാറുണ്ട്. പിന്നുള്ള എന്താണ്, രാമനാഥൻ റാവു. എന്താണ് രാമനാഥൻ റാവു. ഇതായിരുന്നു എതിർ മെമ്മോറിയലിന്റെ ലീഡേഴ്സ്. ആരൊക്കെയാണ്? ഈ രാമൻ അയ്യറും രാമനാഥൻ റാവുമായിരുന്നത് ഈ 3rd ജൂണിൽ 1891 മലയാള മെമ്മോറിയലിനെതിരെ സബ്മിറ്റ് ചെയ്ത എതിർ മെമ്മോറിയലിന്റെ ലീഡേഴ്സ് ആയിരുന്ന ആര്? ഈ രാമ അയ്യറും രാമനാഥൻ റാവു. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനകത്ത് ഈ പേരൊക്കെ ഇട്ട് അവർ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ടി രാമറാവു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദിവാനാണ്. ഈ പറഞ്ഞ രാമനാഥൻ റാവുവും ഈ രാമനയ്യർ എന്ന് പറഞ്ഞാല് അത് എതിർ മെമ്മോറിയലിന്റെ ലീഡേഴ്സ് ആണ് നോക്കിയത്. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ എതിർ മെമ്മോറിയൽ എന്നുള്ള സംഭവം കേട്ടോ. ഇത് നോക്കിയാൽ അടുത്തൊരു സംഭവമാണ് ഈഴവ മെമ്മോറിയൽ. എന്താണ് ഈഴവ മെമ്മോറിയൽ? 1896 ആണ്. എന്താണ് ഈഴവ മെമ്മോറിയൽ കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള ലോവർ കാസ്റ്റുള്ള ഈഴവർക്ക് എന്ത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല, അവർക്ക് അവിടെ ഗവൺമെന്റ് റെപ്രസെന്റേഷൻ, ആ രാജ്യത്തെ ഗവൺമെന്റിൽ എന്താ അവർക്കുള്ള ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതാണ് ഈ പറഞ്ഞ ഈഴവ മെമ്മോറിയൽ ലീഡ് ചെയ്ത് ഈഴവ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്യുന്ന ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. തെറ്റിക്കരുത്, ഈഴവ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്ടർ പൽപ്പു ആണെന്ന് ഓർത്തിരിക്കുക. ഇത് 3rd സെപ്റ്റംബർ ആണ് കേട്ടോ. 3rd സെപ്റ്റംബറിലാണ് എന്തോ ചെയ്യുന്ന ഇവര് ഈഴവ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്യുന്നത്. ആരാണ്? ഡോക്ടർ പൽപ്പു ആണ് എന്ത് സബ്മിറ്റ് ചെയ്യുന്നത്? ഈഴവ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്യുന്ന ഓർത്തിരിക്കുക. ഇത് 1ാം ഈഴവ മെമ്മോറിയലാണ്. റിജക്ട് ചെയ്യുക ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് 1896 1900 ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? റീസബ്മിറ്റ് ചെയ്യുന്നുണ്ട്. മക്കാടെ ഫ്രണ്ടിലാണ്. നമ്മൾ കുറച്ച് മക്കാടെ കേസ് പറഞ്ഞില്ലായിരുന്നു, നായർ ബ്രിഗേഡിനകത്ത്. മക്കാളെ പ്രഭുവിന്റെ ഫ്രണ്ടിൽ ഇത് റീസബ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളി പറയും ഞങ്ങൾ ഇതിന്റെ ഇന്റേണൽ അഫയേഴ്സിൽ ഞങ്ങൾ കൈകടത്തത്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ മെമ്മോറിയൽ എന്തോ ചെയ്യുന്നുണ്ട്, അത് റിജക്ട് ആയി പോവുക ചെയ്യുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, ഈഴവ ഡേറ്റ് കറക്റ്റ് ഓർത്തിരിക്കുക. ഇന്നത്തെ വേറെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈഴവ മെമ്മോറിയലിനെ എന്താണ് ഓർഗനൈസ് ചെയ്തത് ആരാണ്? നമുക്കറിയാം ഈ പറഞ്ഞ ഇതിന്റെ ബാക്കിയായിട്ട് വരുന്ന സംഭവം ഒക്കെയാണ് SNDP ഒക്കെ വരുന്നത്. പക്ഷെ ഓർത്തിരിക്കുക, SNDP അല്ല എന്തിന്, അത് വരുന്ന വർഷം പിന്നെയാണ് 2003 ആണ്. ഈഴവ മെമ്മോറിയലിലെ ഏത് ഓർഗനൈസേഷനാണ് സപ്പോർട്ട് ചെയ്തെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. തെറ്റിക്കാൻ പാടില്ല. ഡോക്ടർ പൽപ്പു എന്താണ് കൊണ്ടുവന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതുപോലെ നമ്മുടെ ടി കെ മാധവന്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. രണ്ടും രണ്ടാണ്. പേര് ഞാൻ പറയാൻ തെറ്റിക്കരുത്. ഡോക്ടർ പൽപ്പുവിന് എന്നുള്ളത് ഈഴവ മഹാസഭയാണ്. എന്താണ് ഈഴവ മഹാസഭയാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ഡോക്ടർ പൽപ്പു ഇൻവെന്റ് ചെയ്ത സംഭവം ഓർത്തിരിക്കുക. ഈഴവ മഹാസഭയാണ്. ഇത് 1896 തന്നെയാണ് എന്ത് ഈഴവ മഹാസഭ വരുന്ന ഓർത്തിരിക്കുക. ഈ ടി കെ മാധവന്റെ എന്ന് പറയുമ്പോൾ ഈഴവ അസോസിയേഷൻ എന്നുള്ള ഓർഗനൈസേഷൻ ആണ്. ഈഴവ അസോസിയേഷൻ ആണ് ടി കെ മാധവന്റെ. ഇത് ഈഴവ മഹാസഭയാണെന്ത് ഡോക്ടർ പൽപ്പുവിന്റെ 1896 ഓർത്തിരിക്കുക, തെറ്റിക്കരുത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈഴവ മഹാസഭ ഈഴവ മെമ്മോറിയലിൽ എത്ര പേര് സൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഓർത്തിരിക്കുക. 13,176 ആണ്. എത്രയാണ്? 13,176 പേരാണ് ഈഴവ മെമ്മോറിയൽ സൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞു ടി രാമറാവു ആയിരുന്നു മലയാള മെമ്മോറിയലിന്റെ സമയത്തുണ്ടായിരുന്ന ദിവാൻ. ഇനി ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ഈഴവ മെമ്മോറിയലിന്റെ സമയത്തുണ്ടായിരുന്ന ദിവാന്റെ പേര് അറിയണം. ആരാണ്? ശങ്കര സുബ്ബയ്യ കേട്ടോ. ശങ്കര സുബ്ബയ്യ ആണെന്ത്
ഈ പറഞ്ഞിട്ടുള്ള ഈഴ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്ത സമയത്തുണ്ടായിരുന്ന ദീപനാരാണ് ശങ്കര സുബ്ബയ്യ ആരും നോക്കിയിരിക്കണേ. ഇവരുടെ പേരൊന്നും മറന്നു പോയത്. അപ്പൊ ഇത്രയുമാണ് നോക്കിയിരിക്കുക. മക്കാണെ പ്രഭുവിനാണ് ഇവർ 1990 റീസബ്മിറ്റ് ചെയ്ത് റിജക്ട് ആയി പോകുന്ന നോക്കിയിരിക്കുക. ഇത്രയും പേരുടെ പേര് നോക്കിയിരിക്കുക. ഈഴവ മഹാസഭ, ട്രാവൻകൂർ ഈഴവ മഹാസഭ, അതുപോലെ ഗ്രേറ്റർ ഈഴവ മഹാസഭ, അതിന്റെ എല്ലാം ഫൗണ്ട് ഡോക്ടർ പൽപ്പു തന്നെയാണ്. ഈ പറഞ്ഞിട്ടുള്ള ഈഴവ അസോസിയേഷൻ ആണ് എന്ത് നമ്മുടെ TK മാധവന്റെ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ മലയാള മെമ്മോറിയലും എതിർ മെമ്മോറിയലും ഈഴവ മെമ്മോറിയലിനെ കുറിച്ചിട്ട് റിപ്പീറ്റ് അടിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനിയുള്ളത് തളിക്ഷേത്ര പ്രക്ഷോഭമുണ്ട്, അത് കഴിഞ്ഞിട്ട് വൈക്കം സത്യാഗ്രഹം. ഈ പറഞ്ഞ തളിക്ഷേത്ര പ്രക്ഷോഭം ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷം ചോദിച്ചിട്ടുണ്ട്. വർഷം എത്രയാണ്? 1917 എന്ത് തളിക്ഷേത്ര പ്രക്ഷോഭം എന്ന് ഓർത്തിരിക്കുക. എന്ന് പറയുന്നത് എന്താണ്? ഐത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം. ഞാൻ പറഞ്ഞ കറക്റ്റ് കേൾക്കുക. ഐത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം എന്ന് വെച്ചാൽ എന്താണ്? തളിക്ഷേത്രമാണ്. ഇനി അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ വൈക്കം സത്യാഗ്രഹം? അപ്പൊ ഓർത്തിരിക്കുക, ഈ പറഞ്ഞ വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണെന്ത്? വൈക്കം സത്യാഗ്രഹം. തളിക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് അഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി ആണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്കിന്. തളിക്ഷേത്ര സമരം എന്ന് പറഞ്ഞാൽ ഐത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം എന്താണ്? നമ്മുടെ തളിക്ഷേത്ര പ്രക്ഷോഭമാണ്. 1917 ഓർത്തിരിക്കുക. ഇനി ഇതിനകത്ത് അറിയേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു 4-5 പേരുടെ പേര് അറിഞ്ഞിരിക്കണം. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ തളിക്ഷേത്ര പ്രക്ഷോഭത്തിന്റെ ലീഡർ ആരാണെന്നൊരു ക്വസ്റ്റ്യൻ ഉള്ളതാണ്. സി കൃഷ്ണനായിട്ട്. എന്താണ്? സി കൃഷ്ണനാണ് എന്ത് നമ്മുടെ തളിക്ഷേത്ര പ്രക്ഷോഭത്തിന്റെ ലീഡർ നോക്കിയിരിക്കുക. ഈ സി കൃഷ്ണനും മഞ്ചേരി രാമയ്യർ ഒരാളാണ്. മഞ്ചേരി രാമയ്യർ എന്നൊരു ഒരാളുണ്ട്. അപ്പൊ ഈ പറഞ്ഞ സി കൃഷ്ണനുണ്ട്, മഞ്ചേരി രാമയ്യർ ഉണ്ട്. ഇവർ രണ്ടും കൂടെ ചേർന്നിട്ടാണ് എന്തോ ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള തളിക്ഷേത്രത്തിലെ ഈ തളിക്ഷേത്രം എന്താണ് സംഭവം അറിയോ? തളിക്ഷേത്രം കോഴിക്കോടാണ്. ഈ തളിക്ഷേത്രത്തിലോട്ട് പോകുന്ന റോഡിൽ കൂടെ എല്ലാ ഹിന്ദുക്കൾക്കും എന്താണ് സഞ്ചാര സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് നടന്നൊരു ഒരു പ്രക്ഷോഭമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ തന്നെ കോഴിക്കോടാണ് സ്ഥലമേ. ഈ പറഞ്ഞ സി കൃഷ്ണനും മഞ്ചേരി രാമയ്യറും ഇവിടെ മറ്റവർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ ബോർഡ് ക്രോസ് ചെയ്ത് അവരവിടെ എൻട്രി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സി കൃഷ്ണനാണ് എന്ത് തളിക്ഷേത്ര പ്രക്ഷോഭത്തിന്റെ ലീഡർ. ഇതിന്റെ കൂടെ മഞ്ചേരി രാമയ്യർ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. വേറെ ഉണ്ടായിരുന്ന ലീഡർ ആരാണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള KP കേശവ മേനോൻ കേട്ടോ. ഇവര് 3 പേരുമാണ് ഈ പറഞ്ഞ തളിക്ഷേത്ര പ്രക്ഷോഭത്തിന്റെ ലീഡേഴ്സ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ സി കൃഷ്ണനാണ്, മഞ്ചേരി രാമയ്യർ ഉണ്ട്, KP കേശവ മേനോൻ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി എന്താണ്? CV നാരായണ അയ്യർ എന്നൊരാളുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്കിന് അവിടുത്തെ നഗരസഭയിലെ ചെയർമാൻ ആയിരുന്നു ആര്? CV നാരായണ അയ്യർ. ഈ പുള്ളിയാണ് സാമൂതിരി ഇങ്ങനെ ഒരു എന്താണ് തളിക്ഷേത്രത്തിന്റെ റോഡിൽ കൂടെ മറ്റേ താഴെ അതിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ അത് ഒക്കത്തില്ല എന്ന് പറഞ്ഞ് നിരസിച്ച ആളാണ് ആര്? ഈ പറഞ്ഞ CV നാരായണ അയ്യർ. തെറ്റിക്കരുത്, അവിടുത്തെ ചെയർമാൻ ആയിരുന്നു, നഗരസഭാ ചെയർമാൻ ആയിരുന്നു ആര്? CV നാരായണ അയ്യർ. ഇനി നോക്കി, ഇവിടെ എന്ന് പറയുമ്പോൾ മലബാറിൽ വരുന്ന ഒരു കളക്ടർ ഉണ്ട്. ഒരു കളക്ടറായിരുന്നു തോരാൻ എന്ന് പറയുന്നത്. തോരാൻ എന്നൊരു കളക്ടർ ഉണ്ടായിരുന്നു. പുള്ളിയാണ് സാമൂതിരിയുടെ ഇത് പ്രകാരം ഒരു തീണ്ടൽ ബോർഡ് ഈ തളിക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്നത് ആരാണ്? തോരാൻ എന്നുള്ളതാണ്. പുള്ളി മലബാറിലെ കളക്ടറാണ്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാവരുടെയും പേരും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അവരുടെ എല്ലാം പേര് ഓർത്തിരിക്കട്ടെ. അപ്പൊ ഇത്രയുമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ. വർഷം 1917 അതിന്റെ ലീഡർ സി കൃഷ്ണനാണ്. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന സി കൃഷ്ണനുണ്ട്, മഞ്ചേരി രാമയ്യർ ഉണ്ട്, KP കേശവനാണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ CV നാരായണ അയ്യർ എന്ന് പറഞ്ഞ ആരായിരുന്നു? അവിടുത്തെ നഗരസഭാ ചെയർമാനാണ്. പുള്ളിയാണ് ഇത് അംഗീകരിക്കാതെ നിന്നിരുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വരുന്ന കളക്ടർ ആയിരുന്നു തോരാണെന്നുള്ള പുള്ളിയാണ് ഇവിടുന്ന് തീണ്ടൽ ബോർഡ് അവിടെ സ്ഥാപിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള തളിക്ഷേത്ര പ്രക്ഷോഭം. നോക്കി, നെക്സ്റ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള വൈക്കം സത്യാഗ്രഹം. നോക്കി, എന്റെ വർഷം ചോദിച്ചിട്ടുള്ളതാണ് 30th മാർച്ച്. ഡേറ്റ് ഓർത്തിരിക്കുക, 30th മാർച്ച് 1924 ആണ് എന്ത് വൈക്കം സത്യാഗ്രഹം. എന്താണ്? 30th മാർച്ച് 1924 ആണ് എന്റെ ഡേറ്റ് നോക്കിക്കുക. ഇത് എന്താണ് സംഭവം? ഈ പറഞ്ഞ വൈക്കം ശിവക്ഷേത്രത്തിലാണ് നടന്നത്. വൈക്കം ശിവക്ഷേത്രത്തിന്റെ അവിടെയുള്ള ബൈറോഡെല്ലാം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞ് നടന്ന പ്രക്ഷോഭമാണ് ഈ പറഞ്ഞിട്ടുള്ള വൈക്കം സത്യാഗ്രഹം. ഡേറ്റ് എത്രയാണ്? 30th മാർച്ച് 1924 ആണ് നോക്കിയിരിക്കുക. ഇനി നോക്കിയേ, 1923
INCയുടെ കാക്കിനഡ സെഷനിൽ ഇതിനെക്കുറിച്ചൊരു പ്രമേയം അവതരിപ്പിക്കുന്ന ആരാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആരാണ്? TK മാധവനാണ്. എന്താണ്? TK മാധവനാണ് 1923 INCയുടെ കാക്കിനഡ സെഷനിൽ വെച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ള വൈക്കം സത്യാഗ്രഹം, ഇതറിയാലോ, എന്ന് പറയുമ്പോൾ അൺടച്ചബിലിറ്റിക്കെതിരെ നടന്ന, ഇന്ത്യയിൽ തന്നെ അൺടച്ചബിലിറ്റിക്കെതിരെ നടന്ന ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് ആണ് ഇത് ഈ പറഞ്ഞിട്ടുള്ള വൈക്കം സത്യാഗ്രഹം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രമേയം അവതരിപ്പിക്കുന്ന ആരാണ് ചോദിച്ചിട്ടുള്ളതാണ് TK മാധവനാണ്. 1923 INCയുടെ കാക്കിനഡ സെഷനിലാണ് പുള്ളി പ്രമേയം അവതരിപ്പിക്കുന്നത്. എന്ന് പറയുമ്പോൾ INCയുടെ പ്രമേയം അവതരിപ്പിച്ചാണ്. ഇനിയും അടുത്തൊരു സംഭവമാണെന്ത്? ശ്രീമൂലം പ്രജാസഭയിൽ ഈ പറഞ്ഞിട്ടുള്ള വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയുടെ പേര് അറിഞ്ഞിരിക്കണം. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. N കുമരൻ. എന്താ? ആരാണ്? N കുമരൻ എന്നൊരാളാണ്. N കുമരനാണ് എന്ത്? ശ്രീമൂലം പ്രജാസഭയിൽ 23,000 പേര് 23K ആൾക്കാരെ സൈൻ ചെയ്ത പ്രമേയം സബ്മിറ്റ് ചെയ്യുന്നത് N കുമരനാണ്. എന്ന് പറയുമ്പോൾ ഇത് 21 ഓരോ വോട്ടിനാണ് ഈ പ്രമേയം ക്യാൻസൽ ആയി പോകുന്നത് കേട്ടോ. ഒരു ലോസ്, അവർക്കത് പ്രമേയം പാസ്സാക്കത്തില്ല. 21-നെതിരെ 22 വോട്ടിന് തോറ്റു പോകില്ല. അപ്പൊ N കുമരനാണ് എന്തോ ചെയ്യുന്നത്? ഈ പറഞ്ഞ ശ്രീമൂലം പ്രജാസഭയിൽ വൈക്കം സത്യാഗ്രഹം റിലേറ്റഡ് ആയിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് N കുമരനാണ്. 23K ആൾക്കാരാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രമേയം സൈൻ ചെയ്തിരിക്കുന്നത്. ഇനി വേറെ ക്വസ്റ്റ്യൻ എന്താ അറിയൂ? ഈ പറഞ്ഞിട്ടുള്ള പ്രമേയത്തിൽ ഒപ്പിടാൻ ചിലർക്ക് സൈൻ കളക്ട് ചെയ്യണമല്ലോ. അപ്പൊ ഈ സൈൻ കളക്ട് ചെയ്യുന്ന പരിപാടി ലീഡ് ചെയ്ത ആടെ പേര് ചോദിച്ചിട്ടുള്ളതാണ്. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളേരാണ്. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ് എന്തോ ചെയ്തിരുന്നത്? ഈ പറഞ്ഞുള്ള സൈൻ കളക്ഷനെ ലീഡ് ചെയ്ത ആളാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ് നോക്കിയിരിക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നോക്കിയാൽ രണ്ടുപേരുടെ പേര് നോക്കുക. നമ്മുടെ T രാഘവയ്യ എന്നൊരാളുണ്ട്. T രാഘവയ്യ എന്നൊരാളുണ്ട്. നമ്മുടെ ME വാർഡ്സ് ഉണ്ട്. നോക്കുക, ഇവർ രണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ട്രാവൻകൂർ ദിവാനാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള T രാഘവയ്യ എന്ന് പറയുമ്പോഴത്തേക്കിന് ME വാർഡ്സ് ആണ് എന്ത് വൈക്കം സത്യാഗ്രഹം ഫിനിഷ് ആയ സമയത്തുണ്ടായത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. T രാഘവയ്യ എന്ന് പറഞ്ഞാൽ വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്ത സമയത്തുണ്ടായത് തിരുവിതാംകൂർ ദിവാനായിരുന്നു T രാഘവയ്യ. ഫിനിഷ് ആയപ്പോൾ ദിവാനായിരുന്നു നമ്മുടെ ME വാർഡ്സ് എന്നുള്ള പുള്ളി. ക്ലിയർ അല്ലേ? ഇതൊക്കെ അറിയാം. ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ ആണ്. സവർണ ജാഥ അല്ലേ? സവർണ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയാം. സവർണ ജാഥ എന്ന് പറയുമ്പോൾ എന്താണ്? സവർണ ജാഥ നയിച്ചത് ആരാണെന്നുള്ളതാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ആരാണ്? നമുക്കറിയാം. ആരാണ് സവർണ ജാഥ നയിക്കുന്നത്? മന്നത്ത് പത്മനാഭൻ അല്ലേ? മന്നത്ത് പത്മനാഭനാണ് എന്തോ ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള സവർണ ജാഥ നയിക്കുന്നത്. ഈ പറഞ്ഞ സവർണ ജാഥ വൈക്കത്തൂന്ന് ട്രിവാൻഡ്രത്തോട്ട് നയിക്കുന്നത് ആരാണ്? നമ്മുടെ മന്നത്ത് പത്മനാഭനാണെന്ന് നോക്കിയിരിക്കുക. പുള്ളി തന്നെയാണ് എന്തോ ചെയ്യുന്നത്? നമ്മുടെ സേതു ലക്ഷ്മി ഫായുടെ അടുത്ത് കൊണ്ടുപോയി നിവേദനം സബ്മിറ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ് നമ്മുടെ ആരാണ്? മന്നത്ത് പത്മനാഭനാണ് നോക്കിയിരിക്കുന്നത്. ഡോക്ടർ ME നായിഡു ഒരാളാണ്. ഡോക്ടർ നായിഡു കേട്ടോ. ഡോക്ടർ നായിഡു എന്നൊരാളുണ്ട്. ഡോക്ടർ ME നായിഡു ആണ്. പുള്ളിയാണ് എന്തോ ചെയ്യുന്നത്? നാഗർകോവിൽ അല്ലെങ്കിൽ കോട്ടൂർ എന്നൊരു സ്ഥലമാണ്. കോട്ടൂർ അല്ലെങ്കിൽ നാഗർകോവിൽ ടു ട്രിവാൻഡ്രം ഒരു ജാഥ നടത്തുന്ന ആരാണ്? ME നായിഡു ആണ്. നോക്കി എന്താണ് ഈ പറഞ്ഞ നാഗർകോവിൽ തൊട്ട് ട്രിവാൻഡ്രം വരെ അല്ലെങ്കിൽ കോട്ടൂർ തൊട്ട് ട്രിവാൻഡ്രം വരെ വൈക്കം സത്യാഗ്രഹം റിലേറ്റഡ് ജാഥ നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ നായിഡു ആണ് നോക്കിയിരിക്കുക. മറ്റേത് സവർണ ജാഥയാണ് ആര്? മന്നത്ത് പത്മനാഭൻ. ഇനിയെന്ന് പറയുമ്പോഴത്തേക്കിന് വേറെ 2-3 പേര് ഇനിയുണ്ട്. ഇനി എത്ര ദിവസമാണ് നീണ്ടു നിന്നത് അറിയാമോ? നമ്മുടെ സത്യാഗ്രഹം 603 days ആണ് കേട്ടോ. 603 ദിവസമാണ് എന്ത് നമ്മുടെ വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്ന് നോക്കിയിരിക്കുന്നത്. എത്രയാണ്? 603 ദിവസമാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്ന് നോക്കിയിരിക്കുക. ഇവരുടെ പേരൊന്നും മറന്നുപോകരുത്. ഇനി എന്ന് പറയുമ്പോൾ അടുത്ത ഒരാളുണ്ട്. EV രാമസ്വാമി നായിക്കർ ഒരാളുണ്ട്. എന്താണ്? രാമസ്വാമി നായിക്കർ എന്നൊരാൾ നോക്കിയിരിക്കുക. ഈ പുള്ളി എന്ന് പറയുമ്പോഴത്തേക്കിന് മധുര തൊട്ട് വൈക്കം വരെ എന്താണ് ജാഥ നടത്തിയ ആളാണ് നമ്മുടെ EV രാമസ്വാമി നായിക്കർ. ഓർത്തിരിക്കുക എന്താണ്? മധുര തൊട്ട് വൈക്കം വരെ വൈക്കം സത്യാഗ്രഹത്തിൽ റിലേറ്റഡ് ആയിട്ട് ജാഥ നടത്തിയ ആളാണ് നമ്മുടെ EV രാമസ്വാമി നായിക്കർ നോക്കിയാണ്. അപ്പൊ ഈ പറഞ്ഞ പെരിയോർ വൈക്കം ഹീറോ എന്നൊക്കെ വിളിക്കുന്ന ആര് തന്നെയാണ്? ഈ പറഞ്ഞിട്ടുള്ള EV രാമസ്വാമി നായിക്കറിനെയാണ് നോക്കിയിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള മന്നത്ത് പത്മനാഭൻ നടത്തിയ നമ്മുടെ എന്താണ് സവർണ ജാഥ നടത്താൻ പറഞ്ഞത് ആരാണ്? നമ്മുടെ ഗാന്ധിജിയാണ്. ഗാന്ധിജി പറഞ്ഞിട്ട് ഈ വൈക്കം സത്യാഗ്രഹത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്ന ആരാണ്? നമ്മുടെ വിനോബ ഭാവെ വരുന്നുണ്ട് നോക്കിയിരുന്നു കേട്ടോ. വിനോബ ഭാവെ നമ്മുടെ ഗാന്ധി ശിഷ്യനാണ്. പുള്ളി വൈക്കം സത്യാഗ്രഹത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്നുണ്ടെന്ന് ഓർത്തിരിക്കണം. ഇനി എന്താണ് 23 നവംബർ
നവംബർ 1925 അല്ലേ, 23 നവംബർ 1925 എന്തോ ചെയ്യുന്നത്, സമരം എൻഡ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള കിഴക്കേ നട ഒഴിച്ച് ബാക്കിയെല്ലാം തുറന്നു കൊടുക്കുന്നത് എന്നതാണ് 23 നവംബർ 1925 നോക്കിയിരിക്കുന്നത്, പറഞ്ഞിരിക്കണം കേട്ടോ. എന്ന് പറയുമ്പോഴത്തേക്കും പഞ്ചാബിൽ നിന്ന് ഈ വൈക്കം സത്യാഗ്രഹത്തിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ആൾക്കാരുടെ പേരാണ് അകാലികൾ. അകാലികൾ എന്ന് ഒരു ടീം ഉണ്ടായിരുന്നു, അവർ പഞ്ചാബിൽ നിന്ന് വരുന്നതാണ്. ഈ അകാലികളുടെ ലീഡർ ആരാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ്. ലാലാ ലാൽ സിംഗ് ആണ് കേട്ടോ. ലാലാ ലാൽ സിംഗ് ആണ് എന്ത് ഈ അകാലികളുടെ ലീഡർ. പഞ്ചാബിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരാണ് ആര്, അകാലികൾ എന്ന് പറയുമ്പോഴത്തേക്കിന് അവരുടെ ലീഡർ ആരായിരുന്നു, ലാലാ ലാൽ സിംഗ് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയുമെങ്കിലും ഇത്രയൊക്കെ അറിഞ്ഞിരിക്കുന്നത്. ഇതിനേക്കാളും കൂടുതലുണ്ട്, ഞാൻ ആ PDF-നകത്ത് കുറേയേറെ ക്വസ്റ്റ്യൻസ് ഉള്ളത്, അത് നോക്കുക കേട്ടോ. അപ്പം അത് നോക്കുക. അപ്പൊ ഇത്രയുമെങ്കിലും എന്തിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ എൻഡ് ചെയ്യാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ എന്താണ് നമ്മുടെ ശുചീന്ദ്രൻ സത്യാഗ്രഹം തൊട്ട് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം വരെയുള്ള സെക്ഷൻ എടുത്തിട്ട് ഈ സംഭവം നമുക്ക് തീർക്കാം. നമ്മൾ ഓൾറെഡി പലയിടത്തും എടുത്ത് പറഞ്ഞ സെക്ഷൻസ് തന്നെയാണ്. അപ്പൊ നോക്കുക, നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള PDF എടുത്ത് പഠിക്കുക. എന്ന് പറഞ്ഞാൽ ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് മാത്രമാണ്, ക്വസ്റ്റൻ ആയിട്ടല്ല, അതിന്റെ പോയിന്റ്സ് മാത്രമാണ് എടുത്ത് പഠിക്കുക കേട്ടോ. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫുൾ സെക്ഷൻസ് ഉള്ളതാണ്. ഈ പറഞ്ഞ അടുത്ത വീഡിയോയിൽ ഇടാൻ പോകുന്ന സെക്ഷൻസും ആ പറഞ്ഞ PDF-ലുള്ളതാണ്. നമുക്ക് അത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതെടുത്ത് വായിച്ച് പഠിക്കുക കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു സോ മച്ച്.